ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? എനിക്ക് ടാറ്റ വന്നേ, ഒന്ന് ചിരിച്ചെല്ലാരും. ഓക്കെ, കേൾക്കാം. യെസ്, ഓക്കെ. നമ്മുടെ പ്രയർ ടൈം ആയിട്ടുണ്ടെന്ന് നിവർന്നിരിക്കുക. അപ്പൊ എല്ലാവരും ഒരു സന്തോഷമുണ്ട്. എന്തിന്റെ ആയിരിക്കും? സന്തോഷമാണോ? എന്തുകൊണ്ടാ? ബിസിനസ് സ്റ്റഡീസിന് പാസ്സായി, അതുകൊണ്ടല്ലേ? പാസ്സല്ല, എ പ്ലസ്. A+ കിട്ടി. നല്ല പേപ്പർ ആയിരുന്നു, നല്ല ഈസി പേപ്പർ ആയിരുന്നില്ലേ മക്കളെ? കഴിച്ച് കാണിച്ചേ. സിമ്പിൾ ആയിരുന്നില്ലേ? പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ വന്നായിരുന്നു അല്ലേ? വൺ വേർഡ് അടക്കം അതെ, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്തത്. അതന്നെ അതെ, നമ്മുടെ ലൈവ് ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത്. അക്കൗണ്ടൻസിക്കും അതേപോലെ നിങ്ങൾ വന്ന് പറയും അല്ലേ സാറേ? പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓക്കെ മക്കളെ, എല്ലാവരും നിവർന്ന് ഇരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക കേട്ടോ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ് സാറ് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് നമ്മുടെ എക്സാം. അധികം സമയമില്ല, നമുക്ക് ആകെ 2 ഡേയ്സ് മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. അപ്പൊ ഇന്നും നാളെ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് കയറുക. ബാക്കിയുള്ള സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ എല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക മക്കളെ. പഠിക്കണം. അപ്പൊ ഓരോ പ്രോബ്ലം എടുത്തിട്ട് ഒന്ന് ബുക്ക് എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. സ്കെയിൽ പെൻസിലൊക്കെ വെച്ച് വരച്ച് അടിപൊളിയായിട്ട് ചെയ്യുക. തിയറി നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാത്തിൽ നിന്നും മിനിമം ഒരു 2 പ്രോബ്ലങ്ങളും ചെയ്യണം അല്ലെ? അക്കൗണ്ടിങ് ഇക്വേഷൻ 2 പ്രോബ്ലം ചെയ്യുക. ജേണൽ എഴുതി നോക്കുക അല്ലെ? അതുപോലെ ക്യാഷ് ബുക്ക്, ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് വെരി ഇമ്പോർട്ടന്റ്. പെറ്റി ക്യാഷ് ബുക്ക് എനിക്ക് തോന്നുന്നു 8 മാർക്കിന് അല്ല 6 മാർക്കിന് ഈ വട്ടം ചോദിക്കാൻ പോകുന്നത് ഡബിൾ ആയിരിക്കും. കാരണം മോഡൽ എക്സാമിന് ചോദിച്ചില്ല, പെറ്റിയാണ് ചോദിച്ചത്. പെറ്റി ക്യാഷ് ബുക്ക് ചോദിച്ചത്. അപ്പൊ ചിലപ്പോ പെറ്റി തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഡബിൾ ചോദിക്കാം. എനിക്ക് തോന്നുന്നു 99% ഡബിൾ കോളം ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ, കാരണം മോഡലിന് ചോദിക്കാത്തതുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് എന്ന് പറയുന്ന ഉറപ്പായിട്ടുണ്ടാവും. അതൊരു 5 മാർക്കിനോ 4 മാർക്കിനോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രീസിയേഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. റെക്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. ഒരു 3 മാർക്കിനോ അങ്ങനെയൊക്കെ വരാറുള്ളൂ. ഇതുവരെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ ലെവലിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്. അപ്പൊ അത് പഠിക്കുക. ട്രയൽ ബാലൻസിന്റെ പ്രോബ്ലം ഉറപ്പായിട്ടും വരും. അതെല്ലാവരും അത് ചെയ്ത് പഠിക്കണം. വളരെ സിമ്പിൾ ആണ്. ഫൈനൽ അക്കൗണ്ട്സിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരയ്ക്കാനാണ് ചോദിക്കണേ. ബാലൻസ് ഷീറ്റ് വരുന്നില്ല കേട്ടോ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നന്നായിട്ട് വരച്ച് പഠിക്കുക. ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ബാലൻസ് ഷീറ്റ് വരച്ച സമയം കളയരുത് കേട്ടോ. ആ നേരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ചോദിക്കാതെ തന്നെ അത് മാത്രം ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ അക്കൗണ്ടൻസിലെ ക്വസ്റ്റ്യൻസ് തെറ്റ് വരാറുണ്ട് കേട്ടോ. തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അറ്റംപ്റ്റ് ചെയ്താലേ അതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ നമ്പർ ഇടാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? റെഡി ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് വീശി കാണിച്ചേ. അപ്പൊ ബിസിനസ് സ്റ്റഡീസിൽ എല്ലാവർക്കും A+ഉം Aയും കിട്ടുന്നൊക്കെയാണ് അവർ പറയണത്. അപ്പൊ അക്കൗണ്ടൻസിയിലും എന്തായിരിക്കണം? A+ഉം A വേണ്ട, A+. അത് മാത്രമല്ല മക്കളെ, ഫുൾ മാർക്ക് ഇരിക്കും വേണം. ഗ്രഹമല്ലോ അല്ല പിള്ളേർക്ക്. അപ്പൊ 60-ൽ 60 മാർക്ക്, 80-ലാണെങ്കിൽ 80-ൽ 80 മാർക്ക്. മക്കളെ ആർക്കെങ്കിലും ഒരു 20 പേർക്കെങ്കിലും വേണ്ടേ ഫുൾ മാർക്ക്? അത് എല്ലാവർക്കും വേണം. ഓക്കെ, എന്താ അത് അത്യാഗ്രഹമല്ല? അത് അത്യാഗ്രഹമല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ആരെയും പേടിക്കണ്ട അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വന്നാലും നമുക്ക് സിമ്പിൾ ആയിരിക്കും അല്ലെ? അതേപോലെ യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ആദ്യം എന്താണ് സാറേ? അപ്പോ AICPA ആണ് ശരിക്കും അക്കൗണ്ടിങ്ങിൽ ഡിഫൈൻ ചെയ്തത്. അക്കൗണ്ടിങ് നിർവചിച്ചത് ആരാണ്? AICPA ആണ്. അപ്പൊ AICPA ഫുൾ ഫോം പഠിച്ചു വെക്കാം. AB 1 മാർക്ക്. നമ്മൾ PPP പറഞ്ഞില്ലേ മക്കളെ? അതുപോലെ എക്സാമിന് വന്നില്ലേ? അതേപോലെ AICPAയും ഗ്യാപ്പ് ഒക്കെ വേണമെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം. AICPA ഫുൾ ഫോം എന്താ? അമേരിക്കൻ അല്ല, A ഫോർ അമേരിക്കൻ, I ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, C ഫോർ സർട്ടിഫൈഡ്, P ഫോർ പബ്ലിക്, A ഫോർ അക്കൗണ്ടൻസി അല്ല, ശ്രദ്ധിക്കുക. അക്കൗണ്ടൻസി എന്നോ അക്കൗണ്ടിങ് എന്നോ അല്ല, അക്കൗണ്ടൻസ് എന്നാണ് കേട്ടോ. തെറ്റിക്കരുത്, അക്കൗണ്ടൻസ്. അപ്പോ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നാണ് AICPA ഫുൾ ഫോം. ആരാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്? ഇതിൽ ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോ അറിഞ്ഞിരിക്കുക. ചിലപ്പോ ചോദിച്ചാലോ ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക പാസിയോളി. LUCA ലൂക്ക പാസിയോളി. PACI എന്താണ് ബാക്കി പറഞ്ഞു? OLI. ഓക്കെ മക്കളെ, അപ്പോ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താ? അക്കൗണ്ടിങ് ഈസ് ഡിഫൈൻഡ് ആസ് an art of recording,
classifying, summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the result thereof. യെസ്, ഇതുവരെ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല, എന്നാലും പ്രതീക്ഷിക്കണം. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് പഠിച്ചു വെക്കാൻ മക്കളെ, അത് ആർട്ടാണ്. നമുക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? റെക്കോർഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ഓക്കെ അല്ലെ? ഇനി ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? നമ്മുടെ ലെഡ്ജർ ആണ്. സമ്മറൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഏതാ? സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് അതിൽ പറയാം അല്ലെ? സമ്മറൈസ് ചെയ്യാൻ വേണ്ടിട്ട് ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് ഒക്കെ പറയാം. അപ്പൊ ചിലപ്പോ മേ ബി വരാട്ടോ, റെക്കോർഡിംഗ് ഈസ് ഡൺ ത്രൂ ഡാഷ്. എന്താണ്? ജേണൽ. യെസ് മക്കളെ, അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണ്ട, ഇനി തന്നെ എഴുതാം. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് അല്ലെ? റെക്കോർഡിംഗ് ത്രൂ ജേണൽ അല്ലെങ്കിൽ സമ്മറൈസിങ്, ഇതൊക്കെ നിങ്ങൾ ഫങ്ഷൻസ്. ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഫങ്ഷൻസ് ചോദിച്ചാൽ തന്നെയാണ് ആൻസർ. മക്കളെ സെറ്റ് അല്ലേ? അക്കൗണ്ടൻസി ഡെഫിനിഷൻ കിട്ടി, ഫീച്ചേഴ്സ് കിട്ടി, ഫങ്ഷൻസ് കിട്ടി. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഈ 3 ക്വസ്റ്റിനും വേണ്ടി ഒരൊറ്റ ആൻസർ പഠിച്ചു വെക്കാം കേട്ടോ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടാണ്. റെക്കോർഡിംഗ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ് അല്ലെ? അവൈലബിൾ ടു യൂസ്, അതൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മക്കളെ, ഈ അക്കൗണ്ടിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ബുക്കുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല. എന്തൊക്കെ ബുക്കുകൾ സാധാരണ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ ലെഡ്ജർ ചെയ്യാറുണ്ട്. ലെഡ്ജർ, ട്രയൽ ബാലൻസ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇതൊക്കെ തയ്യാറാക്കി വെക്കുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ്? യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? അക്കൗണ്ടിങ് നമ്മള് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ യൂസേഴ്സിനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന, അക്കൗണ്ടിങ് വിവരങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോക്കളെ അല്ലെ? ഉപയോഗിക്കുന്ന ആളുകളെ യൂസേഴ്സ്, യൂസ് ചെയ്യുന്ന ആളുകൾ, യൂസേഴ്സ്. ഈ യൂസേഴ്സിനെ എത്രയും തരംതിരിക്കാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാ? ഇന്റേണൽ യൂസേഴ്സ്. ഇന്ന് പറയുന്നത് ഉള്ളിലുള്ളത്, അകത്തുള്ളത് അല്ലെ? ഇന്റേണൽ. അപ്പൊ ബിസിനസിന് അകത്തുള്ള ആളുകളാണ് ഇന്റേണൽ യൂസേഴ്സ്. അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സോ? പുറത്ത് നിന്നും നോക്കുന്നവർ. അതന്നെ, പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് വിവരങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പൊ ഇന്റേണൽ എന്ന് പറയുന്ന ബിസിനസിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാ? നമ്മുടെ ഓണർ പറയാം, മാനേജർ, എംപ്ലോയീസ്, ഇതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതൊക്കെ ഇന്റേണൽ ആണ് കേട്ടോ മക്കളെ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ്? കസ്റ്റമർ, സപ്ലയർ, ഗവൺമെന്റ്, ക്രെഡിറ്റർ ഒക്കെ വരും. യെസ് മക്കളെ, ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച് ചിലപ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറയും കേട്ടോ, യൂസേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അഡ്വാൻറ്റേജുകൾ ആഡ് ചെയ്തില്ലേ? അടുത്താണ് അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ല ആൻസർ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. മക്കളെ, അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ആര് പറയും? പറയാം. വളരെ ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റൻ ആണ്. അക്ഷര പക്ഷെ ഫീഡ്ബാക്ക് കിട്ടിയില്ല ബിസിനസ് സ്റ്റഡീസിന്റെ. ഓക്കെ ഡോക്ടേഴ്സ് എന്ന പോയിന്റ് പറയൂ. ഇത് പറയാൻ പറ്റും. മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ? മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് അല്ലേ? ഓക്കെ, അടുത്തത് ascertain financial position. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. പിന്നെ depiction of financial position, ascertain profit or loss. ഇങ്ങനെയായിരുന്നു, അങ്ങനെയല്ലേ? പിന്നെ അവൈലബിൾ ടു ഇൻഫർമേഷൻ ടു യൂസേഴ്സ്, അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. മക്കളെ, മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് അറിയില്ലെങ്കിൽ എഴുതി വെച്ച മക്കളെ, ഷുവർ ക്വസ്റ്റൻ ആണ് എക്സാമിന്, ഉറപ്പായിട്ടും വരും. നന്നായി പഠിച്ചിട്ട് പോവുക. മെയിൻറ്റെയിൻസ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ എന്താണ്? ബിസിനസ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ബിസിനസ് റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. 2, അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു സ്ഥാപനത്തിലെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിംഗ് വേണം അല്ലേ? 3, ഡെപ്പിക്ഷൻ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അസർടെയിൻ എഴുതിയാലും മതിയുടെ മക്കളെ കണ്ടുപിടിക്കുക, നിർണ്ണയിക്കുക. അസർടെയിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി, ധനകാര്യ സ്ഥിതി അറിയാനും നമ്മൾ എന്ത് സഹായിക്കുന്നു? അക്കൗണ്ടിങ് സഹായിക്കുന്നു. പിന്നെ പ്രൊവൈഡിങ് എന്താണ്? ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ നേരത്തെ പറഞ്ഞ സംഭവം അല്ലേ? അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ 4 പോയിന്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിക്കാതെ പോകരുത്. അഡ്വാൻറ്റേജസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സുകളെല്ലാം കൃത്യമായിട്ട് എഴുതണം കേട്ടോ.
ശിവനന്ദ പൂച്ചനെ കളിപ്പിച്ചിരുന്നോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. Okay, next ടൈപ്സ് ആണ് ഓഫ് types of അക്കൗണ്ടിങ്. accounting. മക്കളെ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഏതാ? അക്കൗണ്ടിങ്ങിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഈ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ലിമിറ്റേഷൻസ് 2 പോയിന്റ് പഠിച്ചു വെക്കണേ. അതായത് പാസ്റ്റ് ഡാറ്റ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അത് വേണമെങ്കിൽ 2 പോയിന്റ് ആയിട്ട് എഴുതാം. മണി മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ ആണ്. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പറയാൻ പറ്റൂല, ചോദിക്കാം. ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഏത് വെച്ചേ? ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് 3 points ആയിരിക്കും അല്ലേ? ആ, രണ്ടെങ്കിലും ഓർത്ത് വെക്കാം. ലിമിറ്റേഷൻ പഠിക്കുമ്പോൾ നമ്മൾ അഡ്വാൻറ്റേജിനെങ്കിലും കുറവ് പോയിന്റ് പഠിച്ചാലും മതി കേട്ടോ. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, പാസ്റ്റ് ഡാറ്റയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. ഓൾറെഡി സംഭവിച്ച ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. പോസ്റ്റ്മോർട്ടം എന്ന് പറയും. അതന്നെ പോസ്റ്റ്മോർട്ടം. ഓക്കെ, അപ്പൊ അവിടെ എഴുതിക്കോളൂ, പാസ്റ്റ് ഡാറ്റാസ് ആർ റെക്കോർഡ്. പാസ്റ്റ് ഡാറ്റ, പഴയ ഡാറ്റകളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് സംഭവിച്ചത്. 2, ഓൺലി ന്യൂമറിക്കൽ ടേംസ് ആർ റെക്കോർഡ്, അല്ലെങ്കിൽ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആർ റെക്കോർഡ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അപ്പൊ 2 പോയിന്റെങ്കിലും മിനിമം ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു വെക്കുക. ഓക്കെ ആണെങ്കിൽ ഗവിച്ച് കാണിച്ച് സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മക്കളെ ടൈപ്സ് ഓഫ്, കഴിഞ്ഞിട്ടില്ല സാർ, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എത്ര ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട് സാറേ? 3 ഉണ്ട് types of accounting. നമ്മൾ +1 പഠിക്കുന്നതിൽ ഏതാ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് കേട്ടോ. മക്കളെ? നമ്മൾ +1 പഠിക്കുന്ന അക്കൗണ്ടിങ് ഏതാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് റിലേറ്റഡ് ടു കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എത്രയാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായി കോസ്റ്റ് എത്രയാണ്, മനസ്സിലായില്ലേ? അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ഏതാ? കോസ്റ്റ് അക്കൗണ്ടിങ്. ക്ലിയർ ആണോ? സെറ്റ് ആണെങ്കിൽ ഗൈസ് കാണിച്ചേ. ഈ വർഷം പഠിക്കാനില്ല, പഠിക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാത്രമേ. പക്ഷെ തിയറി പഠിക്കണം കേട്ടോ. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത് പഠിക്കണം. യെസ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഈസ് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ്സിൽ തീരുമാനം എടുക്കാനായിട്ട് ഒരു മാനേജറെ സഹായിക്കുന്ന അക്കൗണ്ടിംഗ് ഏതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ ഗൈസ് കാണിച്ചേ മക്കളെ. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂമറിക്കൽ ടേംസും കൺസിഡർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഉപയോഗിക്കുക. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇസ് റിലേറ്റഡ് ടു കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അക്കൗണ്ടിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇസ് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്. ഓർത്ത് വെക്കുക, ഡിസിഷൻ മേക്കിംഗുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. നമുക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ചു നോക്കട്ടെ. മാത്രം മതി മക്കളെ. നെക്സ്റ്റ് പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ പഠിക്കുമ്പോഴേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യെസ്, അന്നേ അരുൺ സാറിന് അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത്. ഓക്കെ, നോക്കാം. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് പകരം ചിലപ്പോ AIS എന്ന് ചോദിക്കും. എന്താണ് AIS ഫുൾ ഫോം? അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ അല്ലേ? അപ്പൊ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് എന്താണ്? അതിന്റെ പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ, അതിന്റെ മാത്രം സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നെന്താ? ക്വാളിറ്റിയാണ്. ഒന്നാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എറർ ഫ്രീ ആയിരിക്കണം അല്ലേ? ഒരു തെറ്റും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരാൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? എറർ ഫ്രീ ആയിരിക്കും. അപ്പൊ ഇറ്റ് ഈസ് എറർ ഫ്രീ എന്ന് പറഞ്ഞ രീതിയാണ് എക്സ്പ്ലനേഷൻ. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിക്കും. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണെങ്കിൽ 4 പോയിന്റ് വെറുതെ എഴുതിയാൽ മതി. പക്ഷെ എക്സ്പ്ലനേഷൻ ആണ് എപ്പോഴും ചോദിക്കാറ്. അപ്പൊ ഒരു ലൈനിൽ പഠിച്ചാൽ മതി. എന്നാൽ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത അല്ലെ, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അത് എറർ ഫ്രീ ആയിരിക്കണം അല്ലെ. തെറ്റിൽ വിമുക്തമാണെങ്കിലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എറർ ഫ്രീ ആണ്. അപ്പൊ ഇറ്റ് ഈസ് എറർ ഫ്രീ. ഓക്കെ അല്ലേ? എഴുതിയോ മിലൻ? എഴുതിയിരിക്കണടാ. യെസ്. 2 ആണ് റെലവൻസ്, അവൈലബിൾ ഇൻ ടൈം, ഓൺ ടൈം. മക്കളെ കൃത്യസമയത്ത് കിട്ടിയാലേ അതിന്റെ റെലവൻസ് അല്ലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൈലബിൾ ഇൻ ടൈം എന്ന് പറയുന്നത്, ഓൺ ടൈം. ഓക്കെ, സെറ്റ് ആണെങ്കിൽ കാണിച്ച റെലവൻസ്. യെസ്. ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അത് ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈനിൽ എഴുതുക, സിമ്പിൾ. അടുത്ത കമ്പാരബിലിറ്റി അല്ലെ, കമ്പാരിസൺ ബിറ്റ്വീൻ ദ വാല്യൂസ്, അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ദ മെഷർമെന്റ് എന്നൊക്കെ പറയുക. മക്കളെ 4 പോയിന്റ് ക്ലിയർ ആയോ? സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ചത് എനർജറ്റിക് കൈവശം കാണിച്ചേ. മക്കളെ പോയിന്റ് മാത്രം പഠിക്കരുത് കേട്ടോ, എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കുക. ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ചോദിച്ചാൽ ഈ 4 പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. മാർക്കിനനുസരിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെറുതെ ചെയ്യാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. സ്റ്റേറ്റ് STATE കേട്ടോ. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ അത് സെറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആണ് മക്കളെ. അസറ്റ്സിനെ നമുക്ക് മെയിൻലി നമുക്ക് എത്രയെ ക്ലാസിഫൈ ചെയ്യാം? കോമൺ 2 അല്ലേ?
ഏതൊക്കെ സാറേ? ഓക്കെ, രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, കറണ്ട് അസറ്റും നമ്മുടെ ഫിക്സ്ഡ് അസറ്റും അല്ലേ, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ്. ഞാൻ എഴുതിക്കോട്ടെ. നോൺ കറണ്ട് അസറ്റ് അഥവാ എന്ന് പറയാം ഫിക്സഡ് അസറ്റ് അല്ലെ, ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഓർ ലോങ് ടേം അസറ്റ് അങ്ങനെയും പറയാം. ലോങ് ടേം അസറ്റ്. യെസ്. അപ്പൊ കറണ്ട് അസറ്റ് ഷോർട്ട് ടേം അസറ്റ് എന്ന് പറഞ്ഞൂടെ? പറയാലോ, ഹ്രസ്വകാലം എന്ന് പറയാലോ മലയാളത്തില്. ഷോർട്ട് ടേം അസറ്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് അസറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റ്സ് ഓർ ഷോർട്ട് ടേം അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സ് ഓർ ഫിക്സഡ് അസറ്റ്. ഓക്കെ അല്ലേ? യെസ്. കറണ്ട് അസറ്റ് വിത്തിൻ 1 year ആണ് മക്കളെ. അതായത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിത്തിൻ 1 year. പെട്ടെന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്യാം. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ ക്യാഷിന്റെ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതോ ആയിട്ടുള്ള അസറ്റ് ആണ് ഇത് ക്യാഷ് ഇൻ ഹാൻഡ്. തട്ടിയിടോ? ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ്. പിന്നെയോ സാർ എഴുതിക്കോളൂ. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ്, പിന്നെ എന്താ പറയാ, ബിൽസ് റിസീവബിൾ, കിട്ടാനുള്ള ബില്ലുകള്, സ്റ്റോക്കുകൾ. സ്റ്റോക്കിന് വേറൊരു പേരെന്താ? ഇൻവെന്ററി. കേട്ടോ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻവെന്ററി എന്നൊക്കെ പറയാം. ഒരു 5 എണ്ണം പഠിച്ചു. അതന്നെ. യെസ്. അതുപോലെ തന്നെ നമുക്ക് ഫിക്സഡ് അസറ്റിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. ഏതൊക്കെയാ? ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്, വേസ്റ്റിംഗ് അസറ്റ്സ് ഉണ്ട്, വേസ്റ്റിംഗ് ഉണ്ട്, എന്താ ഫിക്റ്റീഷ്യസ് ഉണ്ട്. വായിക്കാൻ പറ്റില്ലേ? ഇത് ക്ലിയർ അല്ല. ആരാണ്? അക്സയാണ്. വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ്, അതുപോലെ അറിഞ്ഞിട്ടില്ലേ? അല്ല, ഇത് അതെന്താ പറയാ മക്കളെ, ഇത് വൈറ്റും അത് അതല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ. ഇത് ടാഞ്ചിബിൾ എന്ന് പറയാം. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും പറ്റും, തൊട്ട് നോക്കാം, ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സീൻ ആൻഡ് ടച്ച് ആണ്. ഇറ്റ് ക്യാൻ സീൻ ആൻഡ് ടച്ച്. ഏതൊക്കെ എക്സാമ്പിൾ? കാണാൻ എന്തൊക്കെ പറയും, നമുക്ക് എല്ലാ അസറ്റ് പറയാം. ഇപ്പൊ ബിൽഡിങ്, പ്ലാന്റ്, ഫർണിച്ചേഴ്സ്, ഫർണിച്ചർ, ഈ നമ്മുടെ ഫോൺ അല്ലേ, അതൊക്കെ പറയാം. ഫോൺ ഇപ്പോഴാണ് കാണുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ് എക്സാമ്പിൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ. ഇൻടാഞ്ചിബിൾ മക്കളെ കാണാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ പറ്റും, ജസ്റ്റ് അറിയാൻ പറ്റും. എന്താ പറയാ, ഇപ്പൊ നമ്മുടെ റൈറ്റ്സുകൾ അല്ലെ, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ഗുഡ് വിൽ എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് പറയണ്ട അല്ലേ? അതന്നെ, ഗുഡ് വിൽ ജംഗ്ഷൻ ആണ് ആദ്യം പറയുന്നത്. ജംഗ്ഷൻ എന്ന് പറയണ്ട, ഗുഡ് വിൽ മാത്രം പറഞ്ഞാൽ മതി. സബ്സ്ക്രൈബേഴ്സ് കൂടും, അത് പറയും. പേറ്റന്റ്, കോപ്പിറൈറ്റ്, സോഫ്റ്റ്വെയർ, ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ ഒക്കെ വേണം. ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ, ഇപ്പഴാണ് കേൾക്കുന്നത്. അതുകൊണ്ടാ ഫ്രാഞ്ചൈസി അതൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഫ്രാഞ്ചൈസി പഠിച്ചില്ലേ ബിസിനസ്സിലെ? അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് മക്കളെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി വേസ്റ്റിംഗ് അസറ്റ് ഏതൊക്കെയാ? മൈനിങ്, ക്വാറി അല്ലേ, ക്വാറി, കോൾ ഫീൽഡ്സ് അല്ലേ, മൈനിങ് അല്ലേ. അതൊന്നും ഫിക്റ്റീഷ്യസ് ആണ് മക്കളെ. പ്രിലിമിനറി എക്സ്പെൻസസ് കാണുമ്പോൾ എക്സ്പെൻസ് ആയി നമുക്ക് തെറ്റിദ്ധരിക്കാം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സ്പെൻസസ്, ഇറ്റ് ഈസ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പ്രിലിമിനറി എക്സ്പെൻസസ് ഈസ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഷെയർ, ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഇതൊക്കെ ഇതിനകത്ത് വരും. അതൊന്നും വേണ്ട, അത്രയും ടഫ് വേണ്ട. ഓക്കെ മക്കളെ, ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച എല്ലാവരും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തു. ലോവർ ഹാൻഡ് ചെയ്തു സാറേ, ലോവർ ഹാൻഡ് ചെയ്തോളൂ. ഇല്ല, ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ല, എല്ലാവർക്കും സെറ്റ് ആണ് അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബിലിറ്റീസ് ആണ്. അപ്പൊ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ എന്തും പഠിക്കണം? ലൈബിലിറ്റീസും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ലൈബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ലൈബിലിറ്റീസും ഇതുപോലെ തന്നെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ ലൈബിലിറ്റിയോ? കറണ്ട് ലൈബിലിറ്റി ഉണ്ട്, നോൺ കറണ്ട് ലൈബിലിറ്റി ഉണ്ട്. മനസ്സിലായ മക്കളെ? അതിന്റെ പേരിൽ അസറ്റിന് പകരം എന്താക്കി ചേർത്താൽ മതി? സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ലൈബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? കറണ്ട് ഓർ ഷോർട്ട് ടേം ലൈബിലിറ്റീസ്. മീനിങ് സെയിം ആണല്ലേ സാറേ? അതായത് വിത്തിൻ 1 year, 1 yearനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമുക്ക് എന്ത് വിളിക്കാം? കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയാം. അപ്പൊ ലൈബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. നേരത്തെ പോലെ തന്നെ ആണ്. കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം എന്ന് പറയാം. നോൺ കറണ്ട് അഥവാ ലോങ് ടേം ലൈബിലിറ്റി അല്ലെ?
അല്ലെ ഫിക്സഡ് ലയബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലോങ് ടേം ലയബിലിറ്റി. യെസ്. എക്സാമ്പിൾ കറണ്ട് ലയബിലിറ്റിക്ക് എക്സാമ്പിൾ പറഞ്ഞേ. ക്രെഡിറ്റേഴ്സ് പറയാം, സൺഡ്രി ക്രെഡിറ്റേഴ്സ് പറയാം, ബിൽസ് പേയബിൾ പറയാം, ബിൽസ് പേയബിൾ കൊടുക്കാനുള്ള ഓവർഡ്രാഫ്റ്റ് പറയാം, ബാങ്ക് ഓഡി പറയാം, ഷോർട്ട് ടേം ലോൺ ഒക്കെ വേണമെങ്കിൽ പറയാം. ലോങ് ടേം ലയബിലിറ്റി ആണ് മക്കളെ നമ്മുടെ ക്യാപിറ്റൽ ഇസ് ലയബിലിറ്റി അല്ലെ. എന്ത് ലയബിലിറ്റി ആണ്? ഇറ്റ് ഈസ് എ ലോങ് ടേം ലയബിലിറ്റി ആണ്. അതുപോലെ ഡിബഞ്ചർ കടപ്പത്രങ്ങൾ നമ്മൾ ബിസിനസ്സിൽ പഠിച്ചില്ലേ കടപ്പത്രങ്ങള്. യെസ്. അപ്പൊ ഡിബഞ്ചർ ഒരു ലോങ് ടേം ലയബിലിറ്റി ആണ്. ലോങ് ടേം ലോൺ ഒക്കെ വേണമെങ്കിൽ പറയാം. യെസ്. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച് ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച്. നീരജ് ക്ലിയർ അല്ലടൊന്ന് കൈവശരാ. ഓക്കെ. അപ്പൊ നമ്മുടെ ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കുറച്ചൊരു ടേംസ് ഉണ്ട്, ബേസിക് ടേംസ് ഉണ്ട്. അതിന് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻ വരാറുണ്ട് എപ്പോഴും കേട്ടോ. ഏതൊക്കെയാ നമുക്ക് നോക്കാം. കാണിച്ചോളൂ. ഫസ്റ്റ് വൺ സൺഡ്രി ഡെറ്റർ. സൺഡ്രി ഡെറ്റർ എന്ന് പറഞ്ഞാലും ഡെറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബോത്ത് ആർ സെയിം ആണ് മക്കളെ. ബോത്ത് ആർ സെയിം. ഓക്കെ അല്ലേ? അപ്പൊ സൺഡ്രി ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. സോൾഡ് രാജു സോൾഡ് ഗുഡ്സ് ടു ആരാണ്? റാം റുപ്പീസ് 1000. ഓക്കെ. ഐഡന്റിഫൈ ദ ഡെറ്റർ. ഡെറ്റർ ആരാ? അതില് രാജു ആണോ റാം ആണോ മക്കളെ? അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. സോ രാജു സോൾഡ് ഗുഡ്സ് ടു റാം. റാമിന് 1000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് രാജു വിറ്റു, സോൾഡ് ചെയ്തു. ഓക്കെ. പറഞ്ഞു. അക്സയാണ് ഹാൻഡ് റൈസ് ചെയ്യണം. അക്സ പറഞ്ഞു. ആരാണ് ഡെറ്റർ ഇവിടെ? Yes, very good. Correct. Debtor is a person who owes money to the business ആണല്ലേ. അപ്പൊ സോൾഡ് ചെയ്ത ആള് വിൽക്കുന്ന ആളായിരിക്കില്ലേ ബിസിനസ്സുകാരൻ അല്ലേ. അപ്പൊ രാജു ഈസ് എ ബിസിനസ് മാൻ. അപ്പൊ രാജു എന്ത് ചെയ്തു? സാധനം കടമായിട്ട് ആർക്ക് വിറ്റു? കടമായിട്ടല്ലേ വിറ്റത്. അപ്പൊ അങ്ങനെ കടമായിട്ട് വിറ്റാൽ ഓർത്ത് വെക്കാൻ മക്കളെ, ക്രെഡിറ്റ് സെയിൽ വന്നാൽ കടമായിട്ട് വിൽപ്പന നടത്തിയാൽ അവിടെ ആര് വരും? ഡെറ്റർ വരും. പക്ഷെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലോ, കടമായിട്ട് നമ്മൾ എവിടെന്നെങ്കിലും മേടിക്കുകയാണെങ്കിലോ, ഒരു ബിസിനസ്സുകാരൻ കടമായിട്ട് എവിടെന്നെങ്കിലും, ബിസിനസ്സുകാരനാണ് കേട്ടോ മക്കളെ, ഇതെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണം. ഒരു ബിസിനസ്സുകാരൻ കടമായിട്ട് എവിടെന്നെങ്കിലും പോയി പർച്ചേസ് ചെയ്താൽ അവിടെ ഡെറ്റർ അല്ല ഉണ്ടാവുക, പിന്നെ ആരാ? ക്രെഡിറ്റർ ആണ്. ക്ലിയർ ആണോടാ അനന്തകൃഷ്ണ? മനസ്സിലാക്കിക്കടാ. അനന്തകൃഷ്ണ ക്ലിയർ ആണ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? is a person who owes money to the business ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തിയാണ് ഡെറ്റർ. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആളെ നമുക്ക് എന്ത് വിളിക്കാം? ക്രെഡിറ്റർ. അപ്പൊ എന്ത് പറയാ? whom the business owes money. കണ്ടോ? whom the business owes the money. ആർക്കാണോ ബിസിനസ് പണം കൊടുക്കാനുള്ളത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? സൺഡ്രി ക്രെഡിറ്റർ അഥവാ ക്രെഡിറ്റർ എന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചാൽ ഡെറ്റർ ക്രെഡിറ്റർ വരാറുണ്ട് എപ്പോഴും. വെരി വെരി ഇമ്പോർട്ടന്റ്. മാറിപ്പോവരുത്. കടമായിട്ട് വിൽപ്പന നടത്തിയാൽ ഡെറ്റർ, കടമായിട്ട് പർച്ചേസ് ചെയ്താലോ ക്രെഡിറ്റർ. സെറ്റ് അല്ലേ മക്കളെ? ഡൗട്ട് ഇല്ലല്ലോ. യെസ്. എങ്കിൽ ഇതിൽ വരുന്ന മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ബേസിക് ടേംസുകൾ സാറെ കാണിച്ചു കൊടുത്തത് ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. മക്കൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. 1 വേർഡ് ആയിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ചോദിക്കാം. ഓക്കെ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ മണി ഓർ മണീസ് വർത്ത്. എന്താ അതിനർത്ഥം? പണമൂല്യമുള്ള ഏത് വസ്തുവാണ്. പണം തന്നെ ആവണമെന്നില്ല. പണമൂല്യമുള്ള ഏത് വസ്തു, ഗോൾഡോ അല്ലെ. അപ്പൊ പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ളതുമായിട്ടുള്ള വസ്തു ആര്? ഇൻട്രൊഡ്യൂസ് ബൈ ദി ഓണർ പോലെ പ്രൊപ്പറേറ്റർ എന്ന് പറയാം. അല്ലെ. ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് എന്ന് പറഞ്ഞൂടെ മക്കളെ? ഇൻട്രൊഡ്യൂസിന് പകരം ഇൻവെസ്റ്റഡ് എന്ന് പറയാം കേട്ടോ. അതായത് ഓണർ ഇല്ല മക്കളെ, ബിസിനസിന്റെ ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന പണമോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ളതോ ആയിട്ടുള്ള വസ്തുവിനെ നമ്മള് അക്കൗണ്ടൻസി ഭാഷയിൽ പറയുന്ന പേരെന്താ? ക്യാപിറ്റൽ. മനസ്സിലായോ? അക്കൗണ്ടൻസി ഭാഷ പറഞ്ഞത് എന്താ? ഡാഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിലെ ലാംഗ്വേജ് ഏതാ? അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്. ബിസിനസ്സിന് മനസ്സിലാവുന്ന ഭാഷ, ഒരൊറ്റ ഭാഷയിൽ ബിസിനസ്സിന് മനസ്സിലാവുന്നത് ഏതാണ്? അപ്പൊ നിങ്ങൾ ഇന്ന് എഴുതിയ ബിസിനസ് എക്സാം ഇല്ലേ, ആ ബിസിനസ് എക്സാമിന് മനസ്സിലാവുന്ന ഒരൊറ്റ ഭാഷയുള്ളൂ, ഏതാണ്? അക്കൗണ്ടിങ്. അപ്പൊ ഡാഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. Dash is the language of business, that is accounting. Okay അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? അതൊക്കെ വന്നാലും 1 മാർക്കിന്റെ. യെസ്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ പറഞ്ഞ ബിസിനസ്സിലേക്ക് ഇറക്കുന്നതാണ്. അപ്പൊ ഡ്രോയിങ്സ് പറഞ്ഞാലോ എടുക്കുക. മനസ്സിലായോ? അതായത് ഓണർ എന്ത് ചെയ്യാ? ബിസിനസ് ചെയ്യുന്ന അയാളുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി, പേഴ്സണൽ
നോട്ട് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസ് വേണ്ടി അല്ല, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, ഡൊമസ്റ്റിക് പർപ്പസ് പറയാം, പേഴ്സണൽ യൂസ് പറയാം, ഹൗസ് ഹോൾഡ് യൂസ് എന്ന് പറയാം, പ്രൈവറ്റ് യൂസ് എന്നൊക്കെ പറയാം, പ്രൈവറ്റ് യൂസ് എന്ന് പറയാം. മക്കളെ ഇതൊക്കെ പറഞ്ഞ് ചാടി വീഴ ദാറ്റ് ഇസ് ഡ്രോയിങ്സ്. ഓഫീസ് യൂസ് ആണെങ്കിൽ അല്ല കേട്ടോ. ഓഫീസ് യൂസ് ഇസ് നോട്ട് ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ അതന്നെ, അതും ശരിയാണ്. ഓക്കെ അല്ലെ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും ഡൊമസ്റ്റിക് പർപ്പസ് പറഞ്ഞല്ലേ? എപ്പൊ പറഞ്ഞില്ലേ? ആണോ? ഓക്കെ ഓക്കെ മക്കളെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ക്യാപിറ്റൽ പഠിച്ച് നമ്മള് ഡ്രോയിങ്സ് പഠിച്ചു, ഡൗട്ട് ഇല്ലല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ എക്സ്പെൻഡിച്ചറും റവന്യൂ. എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാല്? Expenditure the amount of resources consumed. ഈ എക്സ്പെൻഡിച്ചറിനെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം കേട്ടോ. എക്സ്പെൻഡിച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ഏതൊക്കെയാ? റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്തെടുക്കണേ, വരാറുണ്ട് എക്സാമിന് കേട്ടോ. നോട്ട് ചെയ്തെടുക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത് പഠിക്കാനുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. മക്കളെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, ഇറ്റ്സ് റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ്. സിമ്പിൾ സാധനം. ഓക്കെ അല്ലേ? ഇറ്റ്സ് റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ്. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ ഇല്ലേ? അതായത് ബോട്ട് മെഷീനറി, ബോട്ട് ഫർണിച്ചർ, ബോട്ട് ലാൻഡ്, ബോട്ട് പ്ലാന്റ്, ഇതൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പൊ അസറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ബിസിനസ്സിൽ എന്തെങ്കിലും പൈസ ചെലവാക്കിയാൽ അത്തരം എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സെറ്റാണ് കൈവശം കാണിച്ച എല്ലാവരും. എക്സാമിന് കുറച്ച് എക്സാമ്പിൾ എന്നിട്ട് അത് എന്ത് എക്സ്പെൻഡിച്ചർ ആണെന്ന് ചോദിക്കും. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? കൈവശിക്കാടാ രാഹുലെ, ബാഹുൽ ദേവ് കൈവശിരാ. അപ്പൊ അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ, അതായത് ഫർണിച്ചർ വാങ്ങാൻ ചെലവാക്കുന്ന പൈസ, മെഷീനറി വാങ്ങാൻ ചെലവാക്കുന്ന പൈസ, ബിൽഡിംഗ്, ലാൻഡ്, ഇതിനൊക്കെ വേണ്ടി ചെലവാക്കുന്ന പൈസ ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആയി സാവിയോ? ക്ലിയർ അല്ലേ? പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചർ അതല്ല. റവന്യൂ ഏൺ ചെയ്യാൻ, ഒരു ബിസിനസ്സിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ് ഡേ ടു ഡേ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ, സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, സെയിൽസ്മാൻ സാലറി, റെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ എന്ത് സ്റ്റേഷനറി വാങ്ങുക, ഇലക്ട്രിസിറ്റി, ജനറൽ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ഇതൊക്കെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർത്താൽ മതി, അതിൽ വരുന്ന ഓൾമോസ്റ്റ് ഐറ്റംസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്പെൻസസ് എന്ന് പറയാം. എക്സ്പെൻസസ്. അപ്പൊ എക്സ്പെൻസസ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ സാലറി, കമ്മീഷൻ ഒക്കെ വേണേ പറയാം. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും അങ്ങനെ വേണേ പറയാം. ഇത് റെക്കറിംഗ് ആണ്. എന്താ റെക്കറിംഗ് എന്ന് പറയുന്നത്? റിപ്പീറ്റഡ്. റെക്കറിംഗ് ഈസ് റിപ്പീറ്റഡ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. ഇതാണ് നോൺ റെക്കറിംഗ് ആണ്, ഇറ്റ്സ് നോട്ട് റിപ്പീറ്റഡ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിലും കൈവശം കാണിച്ചേ. അഫ്ന കൈവശ സെറ്റ്. അപ്പൊ എക്സ്പെൻഡിച്ചർ രണ്ട് ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും സെറ്റ് അല്ലേ? അടുത്ത റവന്യൂ ആണ്. എന്താ റവന്യൂ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മള് ഒരു പ്രൊഡക്റ്റ്, ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ഏൺ ചെയ്യുന്ന എമൗണ്ട് ഇല്ലേ, അതാണ് റവന്യൂ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഏതാണ്? റവന്യൂ. സെയിൽസ് കേട്ടോ. ഒരു കമ്പനിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? സെയിൽസ് ആണ്. സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് അവർക്ക് മെയിൻ സോഴ്സിലൂടെ വരുമാനം കിട്ടുക കേട്ടോ. യെസ്, അത് ഓർത്ത് ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് റവന്യൂ. യെസ് മക്കളെ, സെറ്റ് ആണെങ്കിൽ വിഷയം കാണിച്ച റവന്യൂ ക്ലിയർ ആണെങ്കിൽ യെസ്. ഈ റവന്യൂ എന്ന് പറയുന്ന സംഭവം ഇല്ലേ മക്കളെ, അത് റെസിറ്റ് എന്ന് പറയാം. റവന്യൂ എന്ന് പറയുന്നത് റെസിറ്റ്, നമുക്ക് കിട്ടുക. ഈ റെസിറ്റിനെയും നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? എക്സ്പെൻഡിച്ചർ പോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാ? റവന്യൂ റെസിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിറ്റ് ഉണ്ട്. റവന്യൂ റെസിറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ റെസിറ്റ്സ് ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ക്യാപിറ്റൽ റെസിറ്റ്സ് പറഞ്ഞാൽ എന്താ? ഈസ് റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ്. മനസ്സിലായോ? ഫിക്സഡ് അസറ്റ് വിറ്റപ്പോ കിട്ടിയ പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. മനസ്സിലായോ? അപ്പൊ അസറ്റ് വിറ്റപ്പോ നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ അത് ഇൻകം അല്ലേ? അത് എന്ത് ഇൻകം? ക്യാപിറ്റൽ റെസിറ്റ്. ക്ലിയർ ആണെങ്കിൽ കൈസ് കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ കൈസ് കാണിച്ചേ. എനർജറ്റിക് കൈസ് കാണിച്ചേ. യെസ്. അല്ലാതെ കിട്ടുന്ന എനിക്കില്ല ഇൻഡയറക്റ്റ് ഇൻകം. കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതൊക്കെ റവന്യൂ റെസിറ്റ് ആണ്. P&L അക്കൗണ്ട് ക്രെഡിറ്റ് വരുന്ന ഐറ്റംസ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈസ് കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചറിനെ എത്ര തരംതിരിക്കാം? ഏതൊക്കെയാ? റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. യെസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു അസറ്റ്, അസറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസ. റെസിറ്റിനെ നമുക്ക് എത്ര തരംതിരിക്കാം? റവന്യൂ റെസിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിറ്റ് ഉണ്ട്. ക്യാപിറ്റൽ റെസിറ്റ്സ് റിലേറ്റഡ് ടു അസറ്റ്. അതെന്താ? അസറ്റ് വിറ്റപ്പോ, അസറ്റ് വിൽക്കുന്നതല്ല കേട്ടോ, സോൾഡ് ഓഫ് അസറ്റ് അല്ല. സോൾഡ് ഓഫ് അസറ്റ് ഈസ് എന്താ? റവന്യൂ ആണ്, സെയിൽ പ്രൈസ് അല്ല. അസറ്റ് വിറ്റിട്ട് ലാഭം കിട്ടുകയാണെങ്കിൽ. അപ്പൊ നഷ്ടമാണെങ്കിലോ? നഷ്ടമാണെങ്കിൽ എന്തായിരിക്കും അത്? നഷ്ടമാണെങ്കിൽ എന്തായിരിക്കും? ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റപ്പോൾ നമുക്ക് നഷ്ടം വന്നു. അസറ്റ് വിറ്റപ്പോൾ നമുക്ക് നഷ്ടം വന്നു. ആർക്കെങ്കിലും പറയാമോ അത്?
അസറ്റ് വിറ്റപ്പോൾ നമുക്ക് നഷ്ടം വന്നു. അത് ഏത് നേച്ചർ? ക്യാപിറ്റൽ നേച്ചർ ആണല്ലേ. ഇപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്താലും നമുക്ക് അത് ക്യാപിറ്റൽ നേച്ചർ അല്ലേ? യെസ്, ഓർത്ത് വെക്കുക കേട്ടോ. യെസ് മക്കളെ, അപ്പോ ഈ എക്സ്പെൻഡിച്ചർ റെസിപ്റ്റും ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച് മക്കളെ. ഇത് വരാറുണ്ട് കേട്ടോ, ഗ്രൂപ്പ് ചെയ്യാൻ വരെ കുറെ ഐറ്റംസ് വന്നിട്ട് എഴുതാനൊക്കെ പറയും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? Profit is excess of revenue over expenditure. ഓവർ എന്ന് പറഞ്ഞാ മുകളിൽ. അപ്പൊ എക്സ്പെൻസിനേക്കാൾ മുകളിൽ എന്ത് നിൽക്കണം? റവന്യൂ വരുന്നത്. ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം വന്നാൽ ബിസിനസിന് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും, ലാഭമായിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഒരു കമ്പനിക്ക് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം വന്നാലേ ലാഭം കിട്ടാം. അപ്പോ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് വന്നാലോ? ലോസ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും കഴിഞ്ഞില്ലേ ചാപ്റ്റർ? മക്കളെ ഇത്രയുള്ളൂ ചാപ്റ്റർ, മനസ്സിലായോ? ഈ അക്കൗണ്ട് റിസീവബിളും അക്കൗണ്ട് പേയബിൾ എന്ന് പറയുന്ന ഡെറ്ററും ക്രെഡിറ്റിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ മതി കേട്ടോ. കിട്ടാനുള്ളത് അക്കൗണ്ട്സ് റിസീവബിൾ, കൊടുക്കാനുള്ളത് എന്താണ്? അക്കൗണ്ട്സ് പേയബിൾ കേട്ടോ. യെസ് മക്കളെ, സെറ്റ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ആർക്കെങ്കിലും ഡൗട്ട് ഹാൻഡ് റൈസ് ചെയ്തോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എല്ലാവർക്കും ക്ലിയർ ആണ്? ആർക്കും ഡൗട്ട് ഒന്നുമില്ല? ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ചാപ്റ്റർ 2 മക്കളെ, ചാപ്റ്റർ 2 എങ്ങനെ പോയാലും മിനിമം ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാ. 5 മാർക്ക് അല്ലാട്ടോ മക്കളെ, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. മിനിമം ഒരു 5 മാർക്ക് ഉറപ്പായിട്ടും വരും കേട്ടോ. അത് താഴെ പോകില്ല. അപ്പൊ എല്ലാവരും 5 മാർക്ക് വാങ്ങാൻ റെഡിയാണോ? ബാഹുൽദേവ് എന്തോ ഇത് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടേ. ബാഹുൽദേവ് വേറെ എന്തോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഇടയിൽ കൂടെ. എന്തോ മെസ്സേജോ എന്തോ വായിച്ചിട്ട് ചിരിക്കുക, എനിക്കറിയാം. ഓരോന്നിനും എനിക്കറിയാം കേട്ടോ. നമുക്ക് ചാപ്റ്റർ 2 പോകാം. ചാപ്റ്റർ 2 നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കാൻ സാറേ കാണിച്ചോളൂ. നമുക്ക് ആദ്യം GST ടോപ്പിക് ആദ്യം എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പിളിലേക്ക് പോകാം കേട്ടോ. എന്താണ് GST ഫുൾ ഫോം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇറ്റ് ഇസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് മക്കളെ. GST ഇസ് എ ഡാഷ് ടാക്സ്. എന്ത് ടാക്സാ? ഇൻഡയറക്റ്റ്. അപ്പൊ ഡയറക്റ്റ് ടാക്സ് ഏതാ? ഇൻകം ടാക്സ്. മനസ്സിലായോ? അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സ് ഇതാണ്, GST ആണ്. നമ്മുടെ GST ആദ്യമായിട്ട് ലോകത്ത് എവിടെ വന്നത്? ഫസ്റ്റ് GST ഫ്രാൻസിലാണ് മക്കളെ. ആദ്യമായിട്ട് GST വന്ന എവിടെ? ഫ്രാൻസിൽ. അതൊന്നും ചോദിക്കില്ല, പക്ഷെ GST ഇംപ്ലിമെന്റ് ചെയ്ത് ചോദിക്കാം. GST നമ്മുടെ ഇന്ത്യയിൽ വന്നത് എന്നാണ് മക്കളെ? എന്നാണ് വന്നത് സാവിയോ? അറിയോടാ? ഫസ്റ്റ് സെക്കൻഡ് റോ ലാസ്റ്റ് വൺ സാറേ. GST നമ്മുടെ ഇന്ത്യയിൽ വന്നത് ഏത് ഇയർ, ഏത് ഡേറ്റിലാണ് സാവിയോ? ഫസ്റ്റ് ജൂലൈ 2017. 2017 ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യയിൽ GST വന്നത്. അതിൽ കുറെ പെർസെന്റേജ് ഓഫ് സ്ലാബുകൾ ഉണ്ട്, 0%, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഡേറ്റ് ഹയസ്റ്റ് റേറ്റ് ഓഫ് സ്ലാബ് എത്രയാ? 28% ആണ് GST കേട്ടോ. ഇവിടെ പറയുന്നത് ടാക്സ് രണ്ടെണ്ണം, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. GST ഒക്കെ അടുത്തേക്ക് പോക്കോ. കമ്പോണന്റ് ഓഫ് GST മക്കൾ, ഇതിനൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കമ്പോണന്റ്. ഓക്കെ, എന്താണ് CGST? എന്താ CGST ഫുൾ ഫോം? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST യോ? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. മക്കളെ, ഈ രണ്ട് ടാക്സുകൾ വരുന്നത് എപ്പോഴാന്ന് പഠിച്ചു വെക്കുക. എപ്പോഴേക്ക് ഈ രണ്ട് ടാക്സുകൾ വരാം? വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. അതായത് ഇൻട്രാ സ്റ്റേറ്റ് ഉണ്ട്, ഇന്റർ സ്റ്റേറ്റ്. ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇത് എന്ത് സ്റ്റേറ്റാ? ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇൻട്രാ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ സ്റ്റേറ്റ് എന്നർത്ഥം. ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന രണ്ട് ടാക്സുകൾ ഏതൊക്കെയാ മക്കളെ? CGSTയും SGSTയും. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ചേ. CGST ഫുൾ ഫോം എന്താ? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി IGST എപ്പോഴാ വരാ മക്കളെ? ഇന്റർ സ്റ്റേറ്റ് വരുമ്പോ. IGST എപ്പോഴാ വരാ? ഇന്റർ സ്റ്റേറ്റ്. എന്താ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാ? വേറെ സ്റ്റേറ്റുകൾ തമ്മിൽ. മനസ്സിലായോ? ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആണ് കേട്ടോ മക്കളെ, ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്. അപ്പൊ കേരളത്തിലുള്ള ഒരാള് വല്ല തമിഴ്നാട്ടിൽ പോയിട്ട് വല്ല സാധനങ്ങൾ മേടിച്ചാൽ അയാൾ അടക്കുന്ന ടാക്സ് ചെയ്താ IGST. ഐ എന്ന് പറയുന്നതാ? ഇന്ത്യ എന്നല്ല കേട്ടോ, ഇന്റഗ്രേറ്റഡ് എന്നാണ്. I ഫോർ എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ ആണെങ്കിൽ അത് കഴിച്ച് കാണിച്ച ജേണൽ എൻട്രീസ് നമുക്ക് അടുത്ത ഇതിലുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അടുത്തേക്ക് പോട്ടെ സാറേ. നെക്സ്റ്റ് മക്കളെ, അടുത്ത് കാണിച്ചു. അഡ്വാൻറ്റേജസ് ഓഫ് GST ചോദിച്ചാലും ഫീച്ചേഴ്സ് ഓഫ് GST ചോദിച്ചാലും ഇത് തന്നെ എഴുതിയാൽ മതി മക്കളെ. സിമ്പിൾ ആണ്. ഇത് ഉറപ്പായിട്ടും വരും. എനിക്കൊന്ന് മോഡൽ എക്സാമിന് നമ്മുടെ GSTയുടെ ഒന്നും അഡ്വാൻറ്റേജ് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ മക്കളെ? ഇത് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എഴുതി വെക്കുക GSTയുടെ ഗുണങ്ങൾ. GST വന്നപ്പോ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായത്? ഈസ് ഓഫ് ബിസിനസ് വളരെ നമുക്ക് എളുപ്പമാക്കാൻ പറ്റി.
ലെസ് കറപ്ഷൻ, അഴിമതി ഇല്ലാതാക്കാൻ പറ്റി. മക്കളെ മലയാളം കിട്ടുന്നില്ലെങ്കിൽ മലയാളത്തിൽ എഴുതാട്ടാ ക്വസ്റ്റ്യൻ. മോർ സേവിങ്സ് അല്ലേ, അപ്പൊ ടാക്സ് കുറഞ്ഞപ്പോ നമുക്ക് സേവിങ്സ് കൂട്ടാൻ പറ്റിയില്ലേ. കൺട്രോൾ ഓഫ് ബ്ലാക്ക് മണി. എന്താ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ, എന്താ ബ്ലാക്ക് മണി, എന്താ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ ആര് പറയും? ജിബിയ പറയടാ, എന്താ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ? ബ്ലാക്ക് മണി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്താണ് ജിബിയ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞ? കള്ളപ്പണം. ജിബിക്ക് മാത്രമേ അറിയുള്ളത് കള്ളപ്പണം. കള്ളപ്പണം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി GST വന്നപ്പോ. റിഡക്ഷൻ ഓഫ് ടാക്സ് ഇവേഷൻ അല്ലെ, ടാക്സ് വെട്ടിപ്പില്ലേ, നികുതി വെട്ടിക്കല്. ആൾക്കാരൊക്കെ നികുതി അടയ്ക്കാൻ നികുതി വെട്ടിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാനായിട്ട് പറ്റി. ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് മക്കളെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറച്ച് ടഫ് ആയിട്ടുള്ള പോയിന്റ് കിടക്കണം. ഇത് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതന്നെ 1 2 3 4 5 6 പോയിന്റ് ഉണ്ട്. ഇനി 5 4 പഠിച്ചു വെക്കാം കേട്ടോ. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ഇനി നമുക്ക് പ്രിൻസിപ്പിളിലേക്ക് പോയാലോ? അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്രിൻസിപ്പിൾ GAAP. GAAP ഫുൾ ഫോം പറഞ്ഞേ, ചോദിക്കാറുണ്ട്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ അമ്പലെ? അമ്പലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് റിസൾട്ട് അതിന് വേണം പോകാനായിട്ട്. 2 പെട്ടിയുണ്ട് അവിടെ. ഓക്കെ, GAAP ഫുൾ ഫോം എന്താ അമ്പലെ? വെരി ഗുഡ്. ഓക്കെ, ഈ ഗ്യാപ്പിന് നമുക്ക് എത്രയും തരംതിരിക്കാം സാറേ? 4 ക്ലാസിഫിക്കേഷൻ അല്ലേ? ഏതൊക്കെയാ വരണേ? അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് ഉണ്ട്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് അസംപ്ഷനിൽ വരുന്നതാണ് അക്കൗണ്ടിംഗ് എന്റിറ്റി, ഗോയിങ് കൺസേൺ, മണി മെഷർമെന്റ്, അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റിയലൈസേഷൻ, അതൊക്കെ വരുന്നത്. പിന്നെ ഈ മോഡിഫൈയിങ് ആണ് മെറ്റീരിയാലിറ്റി കൺസേൺ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന എല്ലാം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പഠിച്ചാലോ? സാറേ ഫസ്റ്റ് കാണിച്ചോളൂ. അക്കൗണ്ടിംഗ് എന്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിംഗ് എന്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എന്റിറ്റി എന്ന് പറഞ്ഞാൽ? ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണെങ്കിൽ ഏത് പ്രിൻസിപ്പിളാ? അക്കൗണ്ടിംഗ് എന്റിറ്റി ആണ്. ഓണർ ഈസ് എ ക്രെഡിറ്റർ ഓഫ് ബിസിനസ്. ക്രെഡിറ്റർ, ഓണർ ക്രെഡിറ്റർ ആണെന്ന് പറയുകയാണെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിളാ? അതുകൊണ്ട് തന്നെ ഓണറെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്തായിരിക്കും? ബിസിനസ് ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ ക്യാപിറ്റൽ ഈസ് ലയബിലിറ്റി എന്ന് കണ്ടാലും ചാടി വീഴുക എന്റിറ്റി കോൺസെപ്റ്റ്. മക്കളെ അപ്പൊ ഈ 3 പോയിന്റ് എവിടെ കണ്ടാലും അതിന്റെ ആൻസർ എന്താണ്? ബിസിനസ് എന്റിറ്റി കോൺസെപ്റ്റ്. ക്ലിയർ ആണ്? കഴിച്ച് കാണിച്ച എല്ലാവരും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ കിട്ടി. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ മക്കളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഇതന്നെ എഴുതിയാൽ മതി കേട്ടോ. ഗോയിങ് കൺസേൺ. മക്കളെ ഗോയിങ് കൺസേൺ എപ്പോഴും ഇതിന്റെ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലും ഗോയിങ് കൺസേൺ. അപ്പൊ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ലൈഫാണ്, ഒരിക്കലും ജീവിതം അവസാനിക്കുന്നതിന് പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ ബിസിനസ് എന്ത് ചെയ്യും? ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ചാടി വീഴ ഗോയിങ് കൺസേൺ. ഇനി അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക് പീരീഡിലേക്കാണ് റെക്കോർഡ് ചെയ്യുക അല്ലെ? സാധാരണ എപ്പോഴാ പ്രിപ്പയർ ചെയ്യുക? ഏപ്രിൽ 1 തീയതി മുതൽ മാർച്ച് 31 വരെ, അല്ലെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ. അതാണ് അക്കൗണ്ടിംഗ് ഇയർ, അതാണ് അക്കൗണ്ടിംഗ് പീരീഡ്, ഫിനാൻഷ്യൽ ഇയർ. മക്കളെ ഈ 3 ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. അടുത്തത് മക്കളെ നമ്മുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. സാറേ കാണിച്ചു. യെസ് മക്കളെ, ഈ പ്രിൻസിപ്പിൾ ഉറപ്പായിട്ടും വരും. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് വരും. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ട് പറയുന്നത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരുണ്ട്, ഡ്യുവൽ ആസ്പെക്ട്. ഈ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എഴുതാണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ടല്ലേ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം എന്താ അക്കൗണ്ടിങ്ങിന്റെ? മനസ്സിലായ മക്കളെ? എല്ലാ ട്രാൻസാക്ഷൻ 2 ഇടപാട്, റിസീവിംഗ് ഉണ്ട്, ഗിവിംഗ് ഉണ്ട്. റിസീവിംഗിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെബിറ്റ് എന്നും, ഗിവിംഗിനെ എന്ത് വിളിക്കാം? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്ട്, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ ഏതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാ? ഡ്യുവൽ ആസ്പെക്ട്. ന്യൂട്ടൺസ് ലോയിലെ എവറി ആക്ഷൻസ് ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ഡ്യുവൽ ആസ്പെക്ട്. മക്കളെ സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് ഈ പോയിന്റുകളൊക്കെ എവിടെ കണ്ടാലും അത് എന്ത് പ്രിൻസിപ്പിൾ ആണ്? അദ്വൈത ഡ്യുവൽ ആസ്പെക്ട്. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിള് അത് ശ്രദ്ധിക്കുക കേട്ടോ. മണി മെഷർമെന്റ്. മണി എന്ന് പറഞ്ഞാൽ എന്താ? പണം. ഇതിന്റെ മോണിറ്ററി ഇവന്റ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. മോണിറ്ററി ഇവന്റ്സ് അത് മണി മെഷർമെന്റിനെയാണ്. മണി മെഷർ എന്ന് പറഞ്ഞാല് എല്ലാ ഇടപാടുകളും, അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും എങ്ങനെയുള്ള ഇടപാടുകളായിരിക്കണം? പണത്തിന്റെ, പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ളതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കമ്പനിയിൽ നമ്മുടെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായിട്ടുള്ള അരുൺ സാറിനെ അപ്പോയിന്റ് ചെയ്തു. സത്യം ഉള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യില്ല. എന്തുകൊണ്ടാ? മണിയായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫ് എംപ്ലോയി, ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല?
മണി ടേംസ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത്. അപ്പൊ അത് ഏത് പ്രിൻസിപ്പിൾ? മണി മെഷർമെന്റ്. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും. അടുത്ത് വെരിഫയബിൾ ഓർ ഒബ്ജക്ടിവിറ്റി. എന്താണ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? എന്താ പറയാ, നമ്മുടെ ഒരു വെരിഫൈ ചെയ്യാൻ പറ്റും. അതായത് മക്കളെ നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും ഓരോന്നും കൊടുത്തു, സാലറി കൊടുത്തു എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ടാവണം? തെളിവ് വേണം മക്കളെ. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ ജോലി കിട്ടൂല. മനസ്സിലായോ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. സർട്ടിഫിക്കറ്റിൽ ജോലി കൊടുക്കൂല. മനസ്സിലായില്ല മക്കളെ? അപ്പൊ നമുക്ക് എല്ലാത്തിനും എവിഡൻസ്, പ്രൂഫ് ഉണ്ടായിരിക്കണം. അങ്ങനെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏതൊരു ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? തെളിവ് ഉണ്ടായിരിക്കണം, പ്രൂഫ് ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രൂഫ് വേണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇത് വെരിഫയബിൾ ആൻഡ് ഒബ്ജക്ടിവിറ്റി. യെസ്. പ്രൂഫ് എന്ന് പറയാൻ എന്തൊക്കെ പെടാം? ഇൻവോയ്സ്, വൗച്ചർ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പെയിൻ സ്ലിപ്സ്, അതൊക്കെ പെടാം. അടുത്താണ് മക്കളെ മാച്ചിങ് പ്രിൻസിപ്പിൾ. മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇവിടെ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത് എന്തൊക്കെ തമ്മിൽ മാച്ച് ചെയ്യേണ്ടത്? റവന്യൂ, എക്സ്പെൻസ് മാച്ച് ചെയ്യാം. റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് തമ്മിൽ മാച്ച് ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ ബിസിനസ്സുകാരും അവർക്കുണ്ടാകുന്ന എക്സ്പെൻസിനെ എന്തുമായിട്ട് മാച്ച് ചെയ്യണം? റവന്യൂ ആയിട്ട് മാച്ച് ചെയ്താലേ ഇൻ ഓർഡർ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. മനസ്സിലായില്ലേ? എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റ്, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇല്ല മക്കളെ. അഡ്ജസ്റ്റ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ. ഏതാണ് അക്സ? തെറ്റിക്കരുത്. ഏതാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച എല്ലാവരും മാച്ചിങ് പ്രിൻസിപ്പിൾ. യെസ്. അടുത്താണ് മക്കളെ ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ വരുമ്പോ എന്ത് ഓർക്കണം? കണ്ടീജന്റ് ഓർക്കണം കേട്ടോ മക്കളെ. ഫുൾ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. എന്താ ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ? വെളിപ്പെടുത്തുക. അതായത് കണ്ടീജന്റ് ലയബിലിറ്റി പോലും കാണിക്കണം. അതായത് ആക്ച്വൽ അല്ലാത്ത ലയബിലിറ്റി ആണ് കണ്ടീജന്റ് ലയബിലിറ്റി. അങ്ങനെ കണ്ടീജന്റ് ലയബിലിറ്റി പോലും കാണിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് മിഷാലെ? ഏത് പ്രിൻസിപ്പിളാടാ? കണ്ടീജന്റ് ലയബിലിറ്റി പോലും അക്കൗണ്ടൻസിയിലെ ഫുട് നോട്ട് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാ മിഷാലെ? ഏതാ എന്ന് പറഞ്ഞേ? ഏതാ? ശ്രദ്ധിക്കുന്നില്ല അല്ലേ? എടാ ഒന്ന് ശ്രദ്ധിക്കടാ, വെറുതെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക, കളിച്ചോണ്ടിരിക്കുക അവിടെ അല്ലെ. ഫുൾ ഡിസ്ക്ലോഷർ ആണ് കേട്ടോ, ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ. നെക്സ്റ്റ് ആണ് മക്കളെ കോസ്റ്റ് കോൺസെപ്റ്റ് അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പഴയത്. നമ്മൾ എപ്പോഴും അസറ്റ് വാങ്ങും. എനിക്ക് തോന്നുന്നു ഈ വട്ടത്തിൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് നിങ്ങളെ കുഴപ്പിച്ചൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനില് ഉണ്ടായിരുന്നു. അതായത് മെറ്റീരിയൽ വാങ്ങിയത് അല്ല, ഡിപ്രീസിയേഷൻ അല്ലെ, അങ്ങനെ എന്തോ അല്ലായിരുന്നു. അസറ്റ് വാങ്ങിയത് കോസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്തെന്നാ. അത് പക്ഷേ തെറ്റാണ് കേട്ടോ. മാർക്കറ്റ് പ്രൈസിൽ എല്ലാം റെക്കോർഡ് ചെയ്യുക, അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അങ്ങനെ എന്തോ ഒരു ബി ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ആൻസർ. കേട്ടോ, അത് ശ്രദ്ധിക്കണം. അസറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഏത് വിലയാ റെക്കോർഡ് ചെയ്യുക? കോസ്റ്റ് പ്രൈസാ, മാർക്കറ്റ് പ്രൈസ് അല്ല, കോസ്റ്റ് പ്രൈസ്. മനസ്സിലായില്ലേ മക്കളെ? വാങ്ങിയ വില റെക്കോർഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ക്ലിയർ ആണ് കേസ്? കാണിച്ചേ. അക്വിസിഷൻ കോസ്റ്റ് പറയാം, അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയും കേട്ടോ. അത് റെക്കോർഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സ്റ്റോക്കിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെ നോക്കണം? ലോവർ. വാങ്ങിയ വിലയും ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയും നമ്മൾ നോക്കിയിട്ട് ഏതാണോ ചെറുത് അത് റെക്കോർഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാ? കൺസർവേറ്റീവ്സ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. പ്രൂഡൻസ് ആണ് കൺസർവേറ്റീവ്സം. ഓക്കെ അല്ലേ? ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. ഇനി മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് നോക്കാം. മണി മെഷർമെന്റ്. മണി മെഷർമെന്റ് ഇതിൽ ഏതാ വിടാ? മണി മെഷർമെന്റ് യെസ്, കറക്റ്റിനെ കിടക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തില്ല. കോസ്റ്റ് കോൺസെപ്റ്റ്, പർച്ചേസ് പ്രൈസ് ആണ്, ഗോയിങ് കൺസേൺ, ഇൻഡെഫിനിറ്റ് ലൈഫ് ആണ്, ഡ്യുവൽ ആസ്പെക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഷുഡ് ബി ഈക്വൽ. സർ നെക്സ്റ്റ് കാണിച്ചുള്ളൂ കൺസിസ്റ്റൻസി. എന്താ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സ്ഥിരത അല്ലെ, ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്ന അതേ മെത്തേഡുകളും അതേ പ്രിൻസിപ്പിൾസുമാണ് എന്ത് ചെയ്യാനായിട്ട് അടുത്ത വർഷം യൂസ്. എന്നാലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, സ്ഥിരത അല്ലെ. മനസ്സിലായ മക്കളെ? ഇപ്പൊ നമ്മുടെ അരുൺ സാറിന്റെ കമ്പനിയില് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണാൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കണേ. അപ്പൊ അടുത്ത വർഷം അതന്നെ ഉപയോഗിക്കണ്ടേ? എന്നാലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ മക്കളെ? അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ഷുഡ് ബി റിമെയിൻ ദ സെയിം, അല്ലെങ്കിൽ ഫ്രം 1 ഇയർ ടു അനദർ കേട്ടോ, അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയർ എന്നൊക്കെ കാണും ചാടി വീഴ. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. അടുത്താണ് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്. ഡ്യുവൽ ആസ്പെക്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് കൺസർവേറ്റിസം. കൺസർവേറ്റിസത്തിന്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട് 1 മാർക്കിന്റെ. കൺസർവേറ്റിസം ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ്? പ്രൂഡൻസ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്?
ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആർ നോട്ട് ടു ബി കൺസിഡർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. എന്താ അതിനർത്ഥം? ഒരിക്കലും ബിസിനസ് വരാനിരിക്കുന്ന പ്രോഫിറ്റിനെ അല്ല കൺസിഡർ ചെയ്യണ്ടേ, പിന്നെയോ വന്നേക്കാവുന്ന ലോസുകൾ കൂടി എന്ത് ചെയ്യുക, അത് കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അത് മിനിമൈസ് ചെയ്യാൻ നോക്കണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് വരുമല്ലോ. അപ്പൊ ലോസ് കണ്ടുപിടിച്ച് അത് മിനിമൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് വരും. അപ്പൊ ബിസിനസ്സുകാർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്തിനാ? ലോസിലാ, പ്രോഫിറ്റിലല്ല. മനസ്സിലായോ? കാരണം ലോസ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? പ്രോഫിറ്റ് വരും. ക്ലിയർ ആണ്? കേസ് കാണിച്ച എല്ലാവരും? യെസ്. 2, പോളിസ് പ്ലേയിങ് സേഫ് എന്ന് കണ്ടാൽ ചാടി വീഴ കൺസർവേറ്റീവ്സ്. അതും കൺസർവേറ്റീവ്സ്. അതുപോലെ സ്റ്റോക്ക് ഇൻവെന്ററി വാല്യൂസ് നേരത്തെ പറഞ്ഞു, അതും എന്താണ്? പ്രൂഡൻസ് ആണ്. അതുപോലെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പ്രൊവിഷൻ ട്ടോ. അടുത്ത റവന്യൂ റിയലൈസേഷൻ ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ നമ്മൾ എപ്പോഴാണോ എന്ത് ചെയ്യുക, ഏൺ ചെയ്യുക, ആ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റവന്യൂ റെക്കോർഡ് ചെയ്യുക. എപ്പോഴാണോ നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പൊ നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് റവന്യൂ റിയലൈസേഷൻ. അടുത്താണ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ ടൈം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ട് പ്രോപ്പർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. മെറ്റീരിയൽ ഫാക്ട്സുകൾ എല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് എവിടെ റെക്കോർഡ് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാം. ക്ലിയർ ആയോ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നന്നായിട്ട് പഠിക്കാട്ടോ. ഇത്രയും നിങ്ങൾ പഠിക്കാട്ടോ. യെസ്. അതുപോലെ സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം ഒന്ന് വായിച്ചു വിട്ടോളൂ കേട്ടോ. സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം, ടൈംലിനെസ് 2 പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ചു വിട്ടാ. ഓക്കെ. അടുത്താണ് മക്കളെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. മക്കളെ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഏത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ് ചോദിക്കണമെങ്കിൽ 2 സിസ്റ്റേ ഉള്ളൂ നമുക്ക്. ഏതൊക്കെയാ 2 സിസ്റ്റം? സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി. സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഏത് എൻട്രിയാ? കംപ്ലീറ്റ് ഡ്യുവൽ ആസ്പെക്ട് ഇല്ലേ? ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ് ചെയ്താൽ അത് ഡബിൾ എൻട്രി ആണ്. ആസ് പെർ ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട്. അത് കംപ്ലീറ്റ് റെക്കോർഡാണ്, അത് സയന്റിഫിക് ആണ്. ഓക്കെ അല്ലേ? പക്ഷെ സിംഗിൾ എൻട്രി ആണെങ്കിലോ ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ്. സാറേ കാണിച്ചോ? ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്, അതുപോലെ അൺസയന്റിഫിക് ആണ്. ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി, അല്ലെ ഡ്യുവൽ ആസ്പെക്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഓൺവേർഡ്സിൽ എഴുതിയാൽ മതി. ഇപ്പൊ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചിട്ട് ഓൺവേർഡ്സിൽ എഴുതി തീർക്കാം കേട്ടോ. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും? യെസ്. ഇനി സിസ്റ്റം ചോദിച്ചാൽ സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി. ഇനി ബേസിസ് ചോദിച്ചാലോ? ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചാലോ? ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്. ക്യാഷ് ബേസിസ് പറഞ്ഞ എന്താ? ആക്ച്വൽ ക്യാഷ് റിസീവ്ഡും ക്യാഷ് പെയ്ഡും, എത്ര ക്യാഷ് കിട്ടി അല്ലെങ്കിൽ എത്ര ക്യാഷ് കൊടുത്തു എന്ന് മാത്രം, അത് മാത്രം റെക്കോർഡ് ചെയ്യും ക്യാഷ് ബേസിസ്. ഇനി കിട്ടാനുള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളതും അഡ്വാൻസ് ആയിട്ട് കൊടുത്തൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ അത് അക്രൂവൽ ആണ്. സാറേ കാണിച്ച അക്രൂവൽ. അക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് ആക്ച്വലി അവിടെ കിട്ടിയിട്ടില്ല, ക്യാഷ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി കിട്ടാനുണ്ട് അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുണ്ട്, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, ഇതൊക്കെയാണെങ്കിൽ അക്രൂവൽ ബേസിസ് കേട്ടോ. അടുത്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് മക്കളെ. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മനസ്സിലായോ? ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയാ. അപ്പൊ ഈ നിയമങ്ങൾ പാലിച്ചാൽ നമുക്ക് എന്തുണ്ടാവും? അക്കൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം അല്ലെ? യൂണിഫോമിറ്റി ഉണ്ടാവും. യൂണിഫോം ഇട്ട പോലെയാവും എല്ലാവരും യൂണിഫോം ഇട്ട് എങ്ങനെ ഇരിക്കും? ഒരേപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ ഒരേപോലെ ആയിരിക്കും അക്കൗണ്ടിങ് റെക്കോർഡുകൾ. അപ്പൊ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. പിന്നെയോ നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റും. കമ്പാരിസൺ. ഓക്കെ. ഫേമിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം, പുറത്തെ ഫേമുമായിട്ട് കമ്പയർ ചെയ്യാം. അടുത്താണ് ലാസ്റ്റ് ടോപ്പിക് IFRS. IFRS ഫുൾ ഫോം ചോദിക്കാറുണ്ട്. IFRS ഫുൾ ഫോമിലെ മക്കളെ I4 എന്താണ്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. സിസ്റ്റം അല്ല. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലേ പഠിക്കണേ? അപ്പൊ സ്റ്റാൻഡേർഡ് ആണെന്ന് പഠിക്കാം. ഇറ്റ് ഇസ് നോട്ട് എ സിസ്റ്റം. ഓക്കെ ആണെങ്കിൽ കാണിച്ചേ, തെറ്റിക്കരുത് കേട്ടോ. S4 സ്റ്റാൻഡേർഡ് ആണ്, സിസ്റ്റം അല്ല. അത് AS ആണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം തന്നെ AS ലാണ് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? തെറ്റിക്കരുത് കേട്ടോ. യെസ്, ക്ലിയർ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റർ എടുത്തിട്ട് വേണം കയറാനായിട്ട് ബ്രേക്ക് കഴിയുമ്പോൾ. അപ്പൊ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. പോയിട്ട് വരൂ. ചാപ്റ്റർ 3 സാറെ കാണിച്ചോളൂ. ചാപ്റ്റർ 3 പാസ് necessary journal entries for the following transactions occurred in Kerala assuming that CGST 9%, SCST 9%. നിങ്ങൾക്ക് അറിയാലോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോകുമല്ലോ ചെയ്യുക. ക്യാഷ് പോകുമ്പോൾ എന്തൊക്കെ വരിക ശ്രേയ? ക്യാഷ് പോകുമ്പോൾ എന്തൊക്കെ വരിക? ശ്രേയ വിളിച്ചാൽ തേർഡ് റോയിൽ ഫസ്റ്റ് വൺ. ക്യാഷ് പോകുമ്പോൾ എന്തൊക്കെയാ വരിക? ഇൻപുട്ട്, ഇൻപുട്ട് വന്നതിന് ഔട്ട്പുട്ട് വരില്ല അല്ലേ? അങ്ങനെ പറയാ.
ക്യാഷ് പോകുമ്പോ ഇൻപുട്ട് ഒക്കോർഡ് ഇൻ കേരള. ഒരു സ്റ്റേറ്റ് തന്നെയാണെങ്കിലോ ഇൻപുട്ട് പറഞ്ഞോടെ ശ്രേയ, കേട്ടില്ലേന്ന്? ഓക്കെ, അതല്ലടാ ഇൻ കേരള വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിലോ? വിത്തിൻ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ ഇൻപുട്ട് CGST ഇൻപുട്ട് SGST. മനസ്സിലായോ? ഓക്കെ. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ വന്നാലോ? ഇൻപുട്ട് IGST. വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? സിമ്പിൾ ആയിരുന്നു. ഓക്കെ. ഇനി ക്യാഷ് വരുമ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, ക്യാഷ് വരുമ്പോൾ ക്യാഷ് നമുക്ക് ഇങ്ങനെ കിട്ടില്ല, വിൽക്കുമ്പോഴേക്കാണ് ക്യാഷ് കിട്ടുക. അപ്പൊ ക്യാഷ് വരുമ്പോൾ എന്തൊക്കെയാ വരിക? ക്യാഷ് വരുമ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. കേട്ടോ, ഇത് ക്രെഡിറ്റാ ചെയ്യണം. ഇതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതിനാണെങ്കിലോ ഡെബിറ്റ് ചെയ്യണം. കേട്ടോ, അത് ഓർത്ത് വെക്കണേ, ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ചെയ്താലോ? പ്രോബ്ലം ചെയ്താലോ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ പാസ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ, താഴെ കൊടുത്തിട്ടുള്ള ഇടപാടുകളുടെ എന്ത് ചെയ്യണം? ജേണൽ എൻട്രീസ് ചെയ്യണം അല്ലേ? അപ്പൊ നോക്കി, ഇത് ഒക്കോർഡ് ഇൻ കേരള, എല്ലാം ട്രാൻസാക്ഷനും സംഭവിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? CGST SGST മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എന്തുണ്ടാവൂല? IGST ഉണ്ടാവൂല. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ, ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ. യെസ്. അപ്പൊ നമ്മൾ എൻട്രി പറഞ്ഞേ, നമുക്ക് ആരെ വിളിക്കാം സാർ എൻട്രി പറയാനായിട്ട്? കൃഷ്ണപ്രിയ, ഫസ്റ്റത്തെ എൻട്രി പറഞ്ഞടാ. ഫസ്റ്റത്തെ എൻട്രി പറഞ്ഞടാ. ഏടെ എൻട്രി പറഞ്ഞടാ? ലാൽ, പർച്ചേസ് ഗുഡ്സ് ഫ്രം ലാൽ. എന്താ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൽ എന്നാണ് ശരിക്കും എൻട്രി അല്ലെ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൽ, അങ്ങനെയല്ല എൻട്രി വരിക? ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോ ക്യാഷ് വരികയാണോ പോവാണോ? പോവാണ്. അപ്പൊ ഏതാ വരിക? വിത്തിൻ ദ സ്റ്റേറ്റ് അല്ലേ? ഒരു സെയിം സ്റ്റേറ്റ് അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ഇൻപുട്ട് CGST ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ട? ഇൻപുട്ട് വന്ന ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ. മക്കളെ ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച് എല്ലാവരും ജേണൽ എൻട്രി ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച്. യെസ്, വിത്തിൻ ദ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇൻപുട്ട് CGST SGST വന്നത്. രണ്ട് സ്റ്റേറ്റ് ആണെങ്കിലോ, കേരളത്തിലുള്ള ഒരാള് തമിഴ്നാട്ടിൽ പോയി വാങ്ങിയാൽ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇൻപുട്ട് IGST എന്ന് എഴുതണ്ടേ കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ പർച്ചേസ് ചെയ്ത് എത്ര രൂപയ്ക്ക്? 2 ലക്ഷം രൂപയ്ക്കാണ്, 2 lakh. അതിന് എത്ര പെർസെന്റേജ്? 9%. ചിലപ്പോൾ B2 18,000. അതുപോലെ തന്നെ SGST 18,000. 8 16 36,000, 2,36,000. മക്കളെ ക്ലിയർ അല്ല? എമൗണ്ട് എഴുതി ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചു എല്ലാവരും. സെറ്റ് അല്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ക്യാഷ് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോൾ അതെന്താ? ഇൻപുട്ട് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അത് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം. ഇതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് വരുമ്പോഴോ ഇതിനെന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. യെസ്, ഡൗട്ട് ഉണ്ടോ സാർ ആർക്കെങ്കിലും? ഇല്ല, സെറ്റാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി. ബി ക്വസ്റ്റ്യൻ സോൾഡ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആരെ വിളിക്കാം? സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണോ പോവാണോ? വിൽക്കുമ്പോൾ, സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടുകയാണോ പോവാണോ? അഭിനവ് TB. ഇവിടെ സോൾഡ് ഗുഡ്സ് ഫോർ rupees 2,20,000 ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ ക്യാഷ്. പറഞ്ഞോടാ. എടാ ക്യാഷിന് സാധനങ്ങൾ വിറ്റു, അപ്പൊ ക്യാഷ് വരികയാണോ പോവാനോടാ? പോവും. ക്യാഷ് പോകുന്ന നീ പോണ. അഭിനവേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യടാ. അവൻ മനഃപൂർവ്വം അൺമ്യൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അൺമ്യൂട്ട് ചെയ്. എടാ സെയിൽ ചെയ്യുമ്പോ സാധനങ്ങൾ വിൽക്കുമ്പോ ക്യാഷ് വരികയാണോ ബിസിനസ്സിലോട്ട്? ക്യാഷ് പോവാണോ? അറിയെങ്കിൽ ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ അറിയില്ലെന്ന് ഇങ്ങനെ കാണിക്കും. അറിയാം. ഓക്കെ, എന്നാ ഫരിജാനെ വിളിച്ചു. ഫരിജാനെ പറയടാ. അതെനിക്കറിയാം, +2 ആണ്. ഇന്ന് ഉത്തരം അറിഞ്ഞൂടെ? +2 എടാ വിൽക്കുമ്പോ ക്യാഷ് കിട്ടുകയാണോ ക്യാഷ് പോവാണോ? വിൽക്കുമ്പോ ക്യാഷ് വരികയാണ്. അപ്പൊ ക്യാഷ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ഇൻപുട്ട് എന്നാണ് എഴുതുക, ഔട്ട്പുട്ട് എന്നാണ് എഴുതുക? ഔട്ട്പുട്ട്. അതിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ക്യാഷിനല്ലേ വിറ്റത്? അപ്പൊ എൻട്രി പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ശരിക്കും എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നല്ലേ എഴുതുക നമ്മൾ ക്യാഷിന് വിൽക്കുമ്പോ, അല്ലടാ? യെസ്. അപ്പൊ ക്യാഷ് പോണ കാരണം നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് എഴുതുന്നത്, ക്രെഡിറ്റ് ആണ്. അപ്പൊ ടു എന്ത് വരും? ഔട്ട്പുട്ട് CGST ടു
ഔട്ട്പുട്ട് SGST. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ സെയിൽസ് എത്രയാ? 2,20,000 ആണ്. 2,20,000 എത്ര ശതമാനം? 9% എത്ര സാറേ? 19,800. ഇവിടെ 19,800 വരും, ഇവിടെ 19,800. ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം കേട്ടോ. ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 2,20,000 പ്ലസ് 19,800 പ്ലസ് 19,800 ഇവിടെ ഡെബിറ്റിൽ എഴുതാം കേട്ടോ. എത്ര വരും? 2,59,600. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച മക്കൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? കൈവശം കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ ക്യാഷ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്യാഷ് പോവുകയാണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഡെറ്റർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ക്രെഡിറ്റ് 2 എന്ന് പറയുന്നത് കേട്ടോ. ഡെബിറ്റ് ആണെങ്കിൽ DR എന്ന് പറയുക, ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ 2 എന്ന് പറയുക. ഓക്കെ അല്ലേ? ഒന്ന് സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച എനർജറ്റിക് ആയിട്ടൊന്ന് ഓരോ അഫ്നാനെ കൈവശടാ. അടുത്തത് നോക്കി, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ് ആണ്. അഡ്വർടൈസ്മെന്റ് ക്യാഷ് വരികയാണോ പോവാണോ? ഒരാൾ വിളിച്ച സാറേ അശ്വിനെ, എടാ ക്യാഷ് വരികയാണോ പോവാണോ? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ് വരുമ്പോ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് പെയ്ഡ് എന്നല്ലേ പറയുക. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് നമ്മൾ കൊടുത്തു, അപ്പൊ ക്യാഷ് വരികയാണോ ക്യാഷ് പോവാണോ? ക്യാഷ് പോകുമ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ? ഇൻപുട്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എൻ്റർ ചെയ്യുന്ന വരിക അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ. ഞാൻ എടുത്ത് റീങ് അപ്പൊ ഓടുന്നു തല വേറെ വിളിക്ക്. ശ്രീദേവി പറയടാ. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എൻട്രി പറഞ്ഞേ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താ വരിക? ഇവിടെ മൈക്കൂല്ലേ? അടുത്ത ആൾ വിളിച്ചൊന്നാ. ശിവനന്ദ വേം പറയും. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ് വരുമ്പോൾ ജനറൽ എൻട്രി എന്താടാ? ക്യാഷ് വരും. ഇവിടെ ക്യാഷ് പോവാണോ വരികയാണോ? ക്യാഷ് പോകുമ്പോ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് പോകുമ്പോ എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. ആ ഇൻപുട്ട് CGST ഉണ്ട്, ഇൻപുട്ട് SGST ഉണ്ട്. 2 ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ അല്ലേ? യെസ്. അല്ല അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എത്രയാ? 4,000 വരും. 4,000 9% എത്രയാ? 360. അപ്പൊ എത്ര വന്നു ടോട്ടല്? 4,720. 4,000 പെയ്ഡ് വന്നിട്ട് പറയുകയാണെങ്കിൽ എക്സ്പെൻസോ അല്ലെങ്കിൽ സ്റ്റേഷനറിന്നോ ഇൻഷുറൻസ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഇൻപുട്ട് ആയിരിക്കും കേട്ടോ. കിട്ടിയ ശ്രേയക്ക് മനസ്സിലായോ? അപ്പോ എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? ഡൗട്ട് ഉണ്ട്? സാവിയോ ക്ലിയർ അല്ലടാ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ക്യാഷ് പോകുമ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വരുമ്പോഴോ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് കേരളത്തിൽ തന്നെ ആയതുകൊണ്ടാണ്. കേരളത്തിലുള്ള ആള് പുറത്ത് പോയി വാങ്ങുകയാണെങ്കിലോ അത് IGST ആണ് കേട്ടോ. അഫിന ഡൗട്ട് ആണോടാ? ചോദിച്ചോ. പെർസെന്റേജ് തരും, അല്ലെങ്കിൽ രണ്ടിനും കൂടി ഒരു ഒറ്റ പെർസെന്റ് 6%. അപ്പൊ ഒരെണ്ണം 6 ആണെങ്കിൽ അതോ 6 ആയിരിക്കും. ഒരെണ്ണം തന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ സെയിം ആയിരിക്കും കേട്ടോ. എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ. ഇനി IGST തരണമെങ്കിലോ അതിന് പകുതിയാക്കിയ CGST SGST കിട്ടും കേട്ടോ. പെർസെന്റേജ് തരും കേട്ടോ, തരാതെ തരൂല കേട്ടോ. ഇനി ആരൊക്കെ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത ദിവസത്തിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷനിലോട്ട് പോകാം. അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു 5 മാർക്ക് പ്രതീക്ഷിക്കാം. 5, 4, 3 മാർക്കിന് വേണ്ടി വരാം. 3, 4, 5. അതെ, അതിൽ കുറവോ അതിൽ കൂടുതലോ വരില്ല. മാക്സിമം ഒരു 4 മാർക്കിനൊക്കെ വരാറുള്ളൂ എക്സാമിന്. സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം 5 മാർക്കിനും വരാം. മക്കളെ 80 മാർക്കിനൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിന് വരും. 60 മാർക്കിന് ആണെങ്കിൽ എന്തായാലും 3 മാർക്കിന് 4 മാർക്കിനൊക്കെ വരാറുള്ളൂ. മക്കളെ എല്ലാവർക്കും ഒരു മാർക്ക് വാങ്ങാൻ എളുപ്പവഴി അറിയാലോ. എന്ത് ചെയ്യണം? ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ 1 മാർക്ക് കിട്ടിയില്ലേ? ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും എഴുതി വെക്കട്ടെ മക്കളെ. ഞാൻ എളുപ്പവഴികളാണ് പറഞ്ഞു തരുന്നത്. എളുപ്പവഴി എന്ത് ചെയ്യണം? നല്ല വഴിയായിരിക്കണം. അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് കേട്ടോ. കമൽ started business with the cash 2,50,000. കമൽ എന്ന് പറയുന്ന ആള്
2,50,000 rupees വെച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് കൊടുത്ത് എന്ത് വാങ്ങി? ഫർണിച്ചർ മേടിച്ചു. യെസ്, പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഗുഡ്സ് മേടിച്ചു. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് rupees 20,000 ഫോർ ക്യാഷ് rupees 26,000. 20,000 rupeesന്റെ വിലയുള്ള ഗുഡ്സ് 26,000 സെയിൽ ചെയ്തു. 20,000 രൂപ വിലയുള്ള സാധനം 26,000 രൂപയ്ക്ക് ക്യാഷിന് വിറ്റു. കടായിട്ടല്ല, ക്യാഷിന് വിറ്റു. പെയ്ഡ് വന്ന് എന്ത് ചെയ്യണം? പെയ്ഡ് വന്ന് പഠിപ്പിച്ചിട്ടുള്ള പെയ്ഡ് വന്ന ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. റിസീവ്ഡ് വന്ന് നേരെ തിരിച്ച് ക്യാഷിലും ക്യാപിറ്റലും കൂട്ടണം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? മറന്നു പോരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം അറിയില്ല, പക്ഷെ പെയ്ഡ് അറിയാം. അപ്പൊ നിങ്ങൾ 5 നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യുക? അത് ചെയ്ത് വെക്കുക. അപ്പൊ ആ ഒരു മാർക്ക് കിട്ടും കേട്ടോ. അതാണ് ഞാൻ പറയണത്. അപ്പൊ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സ്ഥലമില്ല അല്ലെ? അപ്പൊ ഒന്ന് പ്ലെയിൻ ആക്കി തരും സാറേ. അപ്പൊ നമുക്ക് അസെറ്റ്സിന് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് കൂടുതൽ സ്പേസ് ഇടാം കേട്ടോ. അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മള് ഇങ്ങനെ അടിയിൽ അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ക്യാഷ് എന്ന് ആദ്യം കൊണ്ട് എഴുതുക. എന്നിട്ട് 1 നമ്പർ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എത്ര സാറേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? 2,50,000. അപ്പൊ ക്യാഷിന്റെ അടിയിൽ എന്ത് ചെയ്യണം? 2,50,000. അറ്റ് ദ സെയിം ടൈം ഈക്വൽ ടു ക്യാപിറ്റലിന് അവിടെയും 2,50,000. മക്കളെ സെറ്റ് അല്ലേ? ഇനി ചിലപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ക്യാഷും ലാൻഡും കൊണ്ടുവന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷിന്റെ ഇപ്പുറത്ത് ലാൻഡ് എന്ന് പറഞ്ഞ് എഴുതുക. രണ്ടും കൂടി കൂട്ടിയിട്ട് ക്യാപിറ്റൽ എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത രണ്ടാമത്തെ മക്കളെ, ആദ്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? 2 ട്രാൻസാക്ഷൻസ് എഴുതിയിട്ടേ അടിയിൽ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ. ആദ്യം 2 എഴുതണം. ഓക്കെ, രണ്ടാമത്തെ എന്താ സാറേ? ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. അപ്പൊ നമുക്ക് പുതിയൊരു അസറ്റ് വന്നു അല്ലെ? എന്തുട്ടാണ് അസറ്റ്? ഫർണിച്ചർ. എത്ര റുപ്യയുടെയാണ്? അപ്പൊ ഫർണിച്ചറിന്റെ അടിയില് 35,000 rupees എഴുതുക. ക്യാഷ് കൊടുത്തല്ലേ വാങ്ങി? ക്യാഷിൽ നിന്നല്ല എടുത്ത് കൊടുക്കണേ. അപ്പൊ ക്യാഷിൽ നിന്ന് കുറയും. ഇനി എന്ത് ചെയ്യണം? നമ്മള് അടിയിൽ വരയ്ക്കണം. ഓക്കെ അല്ലേ? 2,30,030 രൂപ പോയി കഴിഞ്ഞാൽ 2,15,000 ആണോ? പ്ലസ് ഫർണിച്ചർ 30,000 എടുത്ത് എഴുതുക. ഈക്വൽ ടു ഇവിടെ ഒന്നുമില്ലല്ലോ, വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. പ്ലസ് 2,50,000. മക്കളെ സെറ്റ് ആണെങ്കിൽ കാണിച്ച്. ഇത് ആദ്യത്തെ 2 എണ്ണം കഴിയുമ്പോ കേട്ടോ. ഇനി നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ക്ലോസ് ചെയ്യണം. മൂന്നാമത്തെ എന്താണ് സാറേ? ഗുഡ്സ് നമ്മൾ കടമായിട്ട് വാങ്ങി അല്ലെ? അപ്പൊ ഗുഡ്സിനെ നമ്മള് അക്കൗണ്ടൻസിൽ എന്താ വിളിക്കുക? സ്റ്റോക്ക്. അപ്പൊ നമ്മള് ഗുഡ്സ് എഴുതണമെന്നില്ല, സ്റ്റോക്ക്. മക്കളെ ഇനിയിപ്പോ നിങ്ങൾ അറിയാണ്ട് ഗുഡ്സ് എഴുതിയാലും തെറ്റൊന്നുമില്ല, മാർക്ക് പോവില്ല. പക്ഷേ ഏറ്റവും പ്രോപ്പർ വേ എന്താണ്? സ്റ്റോക്ക് ആണ്. അപ്പൊ എത്ര രൂപ കൊടുത്താ മേടിച്ച സ്റ്റോക്ക്? 40,000. അപ്പൊ 40,000 രൂപയുടെ സ്റ്റോക്ക് വന്നു അല്ലെ? ക്യാഷ് കൊടുത്താണോ വാങ്ങിയത്? ക്യാഷ് കൊടുത്ത് വാങ്ങി എന്ത് ചെയ്യണം? ഇത് ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങിയത്, കടമായിട്ടാ. അപ്പൊ കടമായിട്ട് വാങ്ങിയാൽ അവിടെ ആര് വരും? ക്രെഡിറ്റ്. നേരത്തെ പറഞ്ഞില്ലേ, ക്രെഡിറ്റ് പർച്ചേസ് വന്നാൽ ക്രെഡിറ്റർ, ക്രെഡിറ്റ് സെയിൽ വന്നാൽ ഡെറ്റർ. ഡെറ്റർ ഈസ് എ അസറ്റ്, ക്രെഡിറ്റർ ഈസ് എ. അപ്പൊ ലയബിലിറ്റിയുടെ അടിയിൽ ക്രെഡിറ്റർ എന്ന് എഴുതുക. എത്ര രൂപയുടെ ക്രെഡിറ്റർ ആവേണ്ടായത്? ഇപ്പോ 40,000. മക്കളെ സെറ്റ് അല്ലേ? അപ്പൊ കടമായിട്ട് വാങ്ങിയാൽ ആരാണ് ഉണ്ടാവുക? കടമായിട്ട് വാങ്ങിയാൽ ക്ലോസ്. 2,50,000 plus 35,000 plus 40,000. പുതിയൊരു ഐറ്റം വന്നു. Equal to creditors 40,000 plus 2,50,000. No change. Yes. Next item. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? Sold goods costing ₹20,000 for cash ₹26,000 അല്ലേ? 20,000 രൂപ വിലയുള്ള ഗുഡ്സ് വിറ്റു. അപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അല്ലേ മക്കളെ? ഗുഡ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് അല്ലേ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ എഴുതിയിടാ ഗുഡ്സ്. അപ്പൊ എത്ര രൂപയുടെ സാധനം വിറ്റത് നമ്മള്? 20,000. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് 20,000 രൂപയുടെ സ്റ്റോക്ക് പോയി. അപ്പൊ സ്റ്റോക്ക് കുറയണം കേട്ടാമ്പല്ലേ? അപ്പൊ 20,000 രൂപയുടെ സ്റ്റോക്ക് അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോണത്? അപ്പൊ 40,000 20,000 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. വിറ്റപ്പോ നമുക്ക് എന്ത് കിട്ടി? എത്ര രൂപ ക്യാഷ് കിട്ടി? 26,000 കിട്ടി. അപ്പൊ നമ്മുടെ കയ്യിൽ 2,15,000 രൂപയിലെ ക്യാഷ് ഉണ്ടായിരുന്നത് ഇപ്പൊ എത്ര കൂടി വന്നു? 26,000 രൂപ കൂടി നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നു. അപ്പൊ ക്യാഷിന്റെ കൂടെ എന്ത് ചെയ്യാ? 26,000 രൂപ കൂട്ടുക. മക്കളെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. 20,000 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക് വിറ്റത് സാറേ? 26,000 അപ്പൊ എത്ര രൂപ കൂട്ടി വിറ്റു? 6,000 രൂപ കൂട്ടി വിറ്റു. അങ്ങനെ കൂടുതൽ വരുന്ന പൈസ കൂടുതലാണെങ്കിൽ അത് 6,000 രൂപ എന്ത് ചെയ്യുക? ക്യാപിറ്റലിനോടൊപ്പം കൂട്ടുക. പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ മക്കളെ? ക്ലിയർ അല്ലേ?
20,000 രൂപയുടെ സാധനം 26,000 രൂപയ്ക്ക് വിറ്റാൽ 6,000 രൂപ പ്രോഫിറ്റ് അല്ലേ? ഈ പ്രോഫിറ്റ് ആർക്ക് കൊടുക്കണം? ഓണറിന് കൊടുക്കണം. അപ്പൊ ഓണറിന് ഈ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ, മൂലധനം തിരിച്ചു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം എന്തുകൂടെ കൂട്ടി കൊടുക്കണം? പ്രോഫിറ്റ് കൂട്ടി കൊടുക്കണം. സെറ്റാണോ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മള് ഈ ക്യാപിറ്റലിനോടൊപ്പം. ഒരു കാര്യം പറയാം മക്കളെ, അക്കൗണ്ട് ഇക്വേഷൻ വന്നാൽ അറ്റ്ലീസ്റ്റ് ഈ ക്യാഷിലും ക്യാപിറ്റലും എഴുതി വെച്ച 1 മാർക്ക് കിട്ടി. സെറ്റ് അല്ലേ? കൈശിക്കേ ആ അങ്ങനെയല്ല. 2,15,000 കൂടെ 26,000 കൂട്ടിയാൽ 6 5 11 4 2. അപ്പൊ 2,41,000 ആണോ മക്കളെ? 2,41,000 ആണ്. ക്യാഷിലാണെങ്കിൽ കഴിച്ച് കാണിച്ചേ. പ്ലസ് 35,000 അപ്പൊ 20,000 ഈക്വൽ ടു 2,56,000. 2,56,000. ഓക്കെ അല്ലേ മക്കളെ? ഇനി മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, പെയ്ഡ് വന്നാൽ എന്ത് ചെയ്യണം? പെയ്ഡ് സാലറി, പെയ്ഡ് കമ്മീഷൻ, പെയ്ഡ് റെന്റ്, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം സാറേ? ക്യാഷിൽ നിന്നും കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. ഈ പെയ്ഡ് വരുന്ന അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഡ്രോയിങ്സ് വരുമ്പോഴും കേട്ടോ. പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോഴും സെയിം പർപ്പസ് ആണ്. പിന്നെ റിസീവ്ഡ്, എന്താ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം അല്ലേ? ക്യാഷിനോടൊപ്പം കൂട്ടണം ക്യാപിറ്റലിനോട്. മക്കളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതെങ്കിലും നമ്പർ ഇട്ട് എഴുതാം കേട്ടോ. സാറേ ക്വസ്റ്റ്യൻ എന്നോട് കാണിച്ചേ. അപ്പൊ ഇതിനകത്ത് അഞ്ചാമത്തെ പറയണത് നോക്കി, ക്വസ്റ്റ്യനിൽ നോക്കി. അഞ്ചാമത്തേല് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അഞ്ചാമത്തത് കാണിച്ചു പറയാം. അഞ്ചാമത്തേൽ കാണിക്കുന്നത് പെയ്ഡ് സാലറി ആണ്. പെയ്ഡ് എന്താണ്? സാലറി ആണ്. കണ്ടോ? പെയ്ഡ് പെയ്ഡ് ബ്ലാക്ക് ആയിട്ട് കാണിച്ചു. പെയ്ഡ് സാലറി 2,000. പെയ്ഡ് സാലറി 2,000 ആണ്. റിസീവ്ഡ് കമ്മീഷൻ 4,000. അപ്പൊ പെയ്ഡ് വരുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? പെയ്ഡ് വരുമ്പോ എന്ത് ചെയ്യണം റിഹാനെ? പെയ്ഡ് വരുമ്പോ എന്ത് ചെയ്യണം? ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. അപ്പൊ ക്യാഷിൽ നിന്ന് 2,000 രൂപ കുറയ്ക്കുക. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ നിന്നും 2,000 രൂപ കുറയ്ക്കുക. നമ്മൾ ക്ലോസ് ചെയ്യാം. എന്താ റിഹാനെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ നിനക്ക്. എക്സാമിന് വായം പൊളിച്ചിരിക്കാം. അപ്പൊ 2,41,000 2,000 പോയി 2,39,000 ആണോ സാറേ? പ്ലസ് 35,000 പ്ലസ് 20,000 40,000 2,54,000. ഓക്കെ ആണ്. കഴിച്ച് കാണിച്ച മക്കളെ സെറ്റ് അല്ലേ? യെസ്. ഇനി റിസീവ്ഡ് വന്നാൽ എന്താ ചെയ്യേണ്ടത് സാറേ? റിസീവ്ഡ് വന്നാല് ആഡ് ചെയ്യണം. അപ്പൊ റിസീവ്ഡ് കമ്മീഷൻ 4,000 ആണ് നമ്മളെ കൂട്ടണ്ടേ അല്ലെ? അപ്പൊ എവിടെയൊക്കെ കൂട്ടണം സാറേ? ക്യാഷിൽ 4,000 കൂട്ടുക. അറ്റ് ദ സെയിം ടൈം ക്ലോസ് ചെയ്യുക. 39 4,000 കൂടി കൂട്ടി എത്രയാ? 2,43,000 പ്ലസ് 35,000 20,000 ഈക്വൽ ടു 40,000 2,58,000. കറക്റ്റ് ആയോ നോക്കിയ മക്കളെ? ആൻസർ ടാലി ആയി നോക്കി. 98 2,98,000 ആണോ വരണേ? അല്ലേ? ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. കറക്റ്റ്. അപ്പൊ അക്കൗണ്ടിംഗ് ഇക്വേഷനിലെ വൃത്തിയായിട്ട് മക്കളെ ഇതുപോലെ ചെയ്യരുത്. ഇത് വൃത്തിയില്ലാത്തതാണ് ഞാൻ ചെയ്തേക്കണ. കാരണം ഇതില്ല, നിങ്ങൾ കൃത്യമായിട്ട് സ്കെയില് പെൻസിലൊക്കെ വെച്ചിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് ചെരിച്ചൊക്കെ വേണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. കാരണം സ്ഥലമില്ലെങ്കിൽ ചെരിച്ചൊക്കെ എഴുതിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ടൊക്കെ എഴുതാ. ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒക്കെ എഴുതിയോ നിങ്ങൾ? ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിളൊക്കെ എഴുതിയാ? ഓ ഭാഗ്യം. സോൾ പ്രോപ്പറേഷൻ പറഞ്ഞ പോലെ വന്നില്ലേ? യെസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വന്നില്ലേ ടീച്ചർ പറഞ്ഞ പോലെ? യെസ്. ഗ്ലോബൽ എന്റർപ്രൈസ് വന്നില്ലേ? അതേപോലെ ഇതും വരും. അപ്പൊ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ഈ പെയ്ഡിന്റെ ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട മക്കൾ. ഒന്നും കിട്ടില്ലെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. കേട്ടോ സാവിയോ? പിന്നിരുന്നാലും അങ്ങനെ ഇരിക്കേണ്ടി വരും. കേട്ടല്ലോ മോനെ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ് മക്കളെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ജേണൽ ആണ്. ജേണൽ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജേണൽ ലെഡ്ജർ സാറ് ഡിസ്കസ് ചെയ്യുന്ന ആളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ജേണൽ ലെഡ്ജറിന്റെ ഡിഫറൻസ് പഠിച്ചാലോ വേഗം? ഓക്കെ സാറെ കാണിച്ചോളൂ. ജേണൽ ലെഡ്ജറിന്റെ ഡിഫറൻസ് തിയറി ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ കാണിച്ചോളൂ. ജേണൽ ആൻഡ് ലെഡ്ജർ നോക്കിക്കോളൂ മക്കളെ. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോ ചോദിക്കാൻ ഒരു ട്രെൻഡ് ഉണ്ട്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രൈമറി എൻട്രി എന്ന് പറയാം. അല്ലെങ്കിലോ ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. ഡാഷ് ഈസ് ഒറിജിനൽ എൻട്രി, അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ അഥവാ പ്രൈമറി എൻട്രി ആണ്. ലെഡ്ജർ ആണെങ്കിലോ
സെക്കൻഡറി ഓർ ഫൈനൽ എൻട്രി ആണ് ലെഡ്ജർ ഈസ് എ ഡാഷ് അല്ലെങ്കിൽ ഡാഷ് ഈസ് എ ഫൈനൽ എൻട്രി അല്ലെങ്കിൽ ഡാഷ് ഈസ് എ സെക്കൻഡറി എൻട്രി എന്ന് പറഞ്ഞാൽ അതെന്താണ് ലെഡ്ജർ ആണ്. ഇനി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. എന്താണ് സാറേ ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ? മക്കളെ ഇപ്പൊ ജനുവരി 1 കഴിഞ്ഞ് ജനുവരി 2 എഴുതാ, അത് കഴിഞ്ഞാലോ അങ്ങനെ ആ ഓർഡറിൽ എഴുതാ അല്ലെ. അപ്പൊ ജേണലിൽ എപ്പോഴും നമുക്ക് എന്തിനാ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പക്ഷേ ലെഡ്ജറിലാണെങ്കിലോ ക്രോണോളജിക്കൽ അല്ല അല്ലെ, അനലിറ്റിക്കൽ ഓർഡർ ആണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെങ്കിൽ 1 by 1 ആയിട്ടുള്ള ഡേറ്റിലല്ല അത് വരിക, അത് അനലിറ്റിക്കൽ അനാലിസിന്റെ അടിസ്ഥാനത്തിൽ വരും. ജേണലിൽ അനലൈസ് ചെയ്തിട്ടാണല്ലോ ലെഡ്ജർ ഉണ്ടാക്കണേ. അപ്പൊ അതുകൊണ്ട് അത് അനലിറ്റിക്കൽ ഓർഡർ ആണ്. മക്കളെ സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച് 2 പോയിന്റുകൾ. മൂന്നാമത്തെ പോയിന്റ് ആണ് നമുക്ക് ജേണലിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ബാലൻസ് ചെയ്യണ്ട. അത് എപ്പോഴും തുല്യ ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ് ഈസ് നോട്ട് മാൻഡേറ്ററി അല്ലെ, ഈക്വൽ അല്ല. അപ്പൊ നമ്മൾ അവിടെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നോട്ട് ബാലൻസിങ് ഈസ് നോട്ട് ഡൺ ഇൻ ജേണൽ. പക്ഷെ ടോട്ടൽ ചെയ്യാന്ന് പറയുന്നത് കമ്പൽസറി ഇല്ല, വേണമെങ്കിൽ ബാലൻസ് ടോട്ടൽ ചെയ്താൽ മതി കേട്ടോ ജേണലില്. പക്ഷേ ലെഡ്ജർ ആണെങ്കിലോ അപ്പൊ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഷുഡ് ബി ബാലൻസ്ഡ്. മനസ്സിലായ മക്കളെ? അപ്പൊ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ജേണൽ. ഓരോ ഇടപാടുകളെ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയക്ക് വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ജേണലൈസിങ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണേ. അതായത് ഓരോ ട്രാൻസാക്ഷനെ എവിടെ കൊണ്ട് എഴുതുന്നു? എഴുതുന്ന പ്രക്രിയ എന്താണ്? ജേണലൈസിംഗ് ആണ്. അപ്പൊ എന്താണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജേണൽ ഇൻ ടു ലെഡ്ജർ ആണ് മക്കളെ. ഇവിടെ എന്തോ ടൈപ്പ് ചെയ്തപ്പോ മിസ്റ്റേക്ക് ആണ് സാറ്. പ്രോസസ് ജേണൽ ഇൻ ടു ലെഡ്ജർ. മനസ്സിലായോ? ജേണൽ ഇത് പെറുക്കി എടുത്ത് എവിടെ കൊണ്ട് എഴുതാ? പോസ്റ്റിംഗ്. ഓർത്ത് കേട്ടോ, പോസ്റ്റിംഗ്. അപ്പൊ ജേണൽ തന്നെ മനസ്സിലായത് മക്കളെ? ജേണൽ ഇൻ ടു ലെഡ്ജർ, പോസ്റ്റിംഗ്, ട്രാൻസാക്ഷൻ ഇൻ ടു ജേണൽ, ജേണലൈസ്. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ചു എല്ലാവരും. അപ്പൊ ഡിഫറൻസ് പഠിച്ചു വെക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നാളെ ഡിസ്കസ് ചെയ്യും. അതുപോലെ ജേണൽ എൻട്രി ചെയ്ത നാളെ പഠിപ്പിക്കും, ലെഡ്ജർ പഠിപ്പിക്കും നാളെ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക് കാണിക്കാം. നാളെ അല്ലേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്? സാറെ കാണിച്ചോളൂ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മകളെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് 8 മാർക്കിന് ഉറപ്പായിട്ട് വരും. അപ്പൊ ഇതിൽ കോൺട്രാ എൻട്രി ഒക്കെ പഠിക്കണം. അപ്പൊ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും മകളെ. അപ്പൊ കറക്റ്റ് സമയത്ത് നാളെ കയറണം, എന്നാലേ ഡബിൾ കോളം ക്യാഷ് ബുക്ക് കിട്ടുള്ളൂ. ഉറപ്പായിട്ട് വരുന്നതാണ് എക്സാമിന് കേട്ടോ. 8 മാർക്കിന് ഉറപ്പായിട്ട്, 8 മാർക്കല്ല 6 മാർക്കിന് ഉറപ്പായിട്ടും വരും. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഒരു പോർഷൻ ആണ് ഡേ ബുക്സുകൾ. സാറെ കാണിച്ചു ഡേ ബുക്സ്. നമുക്ക് ഡേ ബുക്സിന് വേറൊരു പേരുണ്ടല്ലോ, എന്താണ്? സബ്സിഡിയറി ബുക്സ് പറയാം. സബ്സിഡിയറി ബുക്ക് എന്ന് പറയാം. അല്ലെങ്കിലോ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്, സ്പെഷ്യൽ ബുക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ എന്ന് പറയാം. സ്പെഷ്യൽ ജേണൽ എന്ന് പറയാം. സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയാ വരിക? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ക്യാഷ് ബുക്കിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ. ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ, എല്ലാ പണപരമായിട്ടുള്ള ഇടപാടുകൾ. ക്യാഷിന് വിറ്റു, ക്യാഷിന് വാങ്ങി, ക്യാഷ് കൊടുത്തു, ഇതൊക്കെ എന്താണ്? ക്യാഷ് ബുക്ക് ആണ്. പക്ഷെ പർച്ചേസ് ബുക്കിലോ മക്കളെ, പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓൾ പർച്ചേസ് അല്ലാട്ടോ. പിന്നെന്താ? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ്. കടമായിട്ട് ഗുഡ്സ് വാങ്ങിയാൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ബുക്ക്. കടമായിട്ട് ഗുഡ്സ് വിറ്റാലോ, സോൾഡ് ചെയ്താലോ, സെയിൽസ് ഡേ ബുക്ക്. ഓക്കെ അല്ലെ? ഇനി പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ വേറൊരു പേര് എന്താ? റിട്ടേൺ ഔട്ട് വേർഡ് ആണ് കേട്ടോ. റിട്ടേൺ എന്താണ്? ഔട്ട് വേർഡ്. ഈ റിട്ടേൺ ഔട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലയർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കില്ല. നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഈ വാങ്ങിയ സാധനം സപ്ലയർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്താ? 1 മാർക്കിന്റെ ചോദിക്കാറുണ്ട് എപ്പോഴും. സോഴ്സ് ഡോക്യുമെന്റ് ഡെബിറ്റ് നോട്ട്. പർച്ചേസ് നമ്മൾ എപ്പോഴും ഡെബിറ്റ് അല്ലേ ചെയ്യാം മക്കളെ? പർച്ചേസ് ഡെബിറ്റ് അല്ലേ ചെയ്യാം. പക്ഷെ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്താ? ഡെബിറ്റ് നോട്ട് ആണ്. പർച്ചേസ് ഡെബിറ്റ്, അങ്ങനെ ചെയ്യാം. അപ്പൊ പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട്, അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി സെയിൽസ് റിട്ടേൺ ബുക്കോ? സെയിൽസ് റിട്ടേൺ വേറൊരു പേര് എന്താ? റിട്ടേൺ ഇൻവോയ്സ്. റിട്ടേൺ ഇൻവോയ്സ് ആണ് സെയിൽസ് റിട്ടേൺ. കസ്റ്റമർ നമ്മുടെ കയ്യിൽ മേടിച്ച ഗുഡ്സ് അവർക്ക് വേണ്ട, അവർ തിരിച്ചു തരുന്നു. അതാണ്
സെയിൽസ് റിട്ടേൺ ബുക്ക്. മനസ്സിലായോ? കസ്റ്റമർ വാങ്ങിക്കൊണ്ടുപോയി സാധനം വീട്ടിലെത്തിയപ്പോഴാണ് ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ അവർ തിരിച്ച് കടക്കാരനെ തരും. അപ്പൊ നമ്മൾ ഏത് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക? സെയിൽസ് റിട്ടേൺ ബുക്ക്. അപ്പൊ ഇവിടെയും ഒരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ട്. തിരിച്ചു വന്നു എന്നൊരു തെളിവ് വേണ്ടേ? അപ്പൊ നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കും. ആ ബുക്കിന്റെ പേരാണ്, ആ ഡോക്യുമെന്റ് പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി മക്കളെ, ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് മുകളിൽ പറഞ്ഞ ബുക്കുകളിൽ ഒന്നും എഴുതാൻ പറ്റാത്ത ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? ജേണൽ പ്രോപ്പർ. ക്ലിയർ ആണ് ഗൈസ്? കാണിച്ച ജേണൽ പ്രോപ്പർ. യെസ്, ജേണൽ പ്രോപ്പറിൽ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇല്ലേ മക്കളെ? അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസിനൊക്കെ എൻട്രി ഒക്കെ നമ്മൾ ഇതിലാണ് എഴുതുക. അതുപോലെ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്, അതിന്റെ ജേണൽ എൻട്രി എന്താ? ഓണർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോ ചെയ്തു. ഗുഡ്സ് ആണ്, ഗുഡ്സ്. അതിന്റെ ജേണൽ എൻട്രി ആര് പറയും? ഹാൻഡ് റൈസ് ചെയ്തേ, അറിയാവുന്നവര്. ഗുഡ്സ് ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്താണ്? ആര് പറയും സാറേ? അഫ്ന പറയടാ. ക്യാഷ് പകരം ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്താ വരും? അത് ഗുഡ്സിന് അക്കൗണ്ടിൽ എഴുതി വെക്കാൻ മക്കൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ റെക്ടിഫിക്കേഷനിൽ ഈ ട്രാൻസാക്ഷൻ റെക്ടിഫൈ ചെയ്യാൻ പറയും. അപ്പൊ എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് കേട്ടോ എൻട്രി ചെയ്തത്. തെറ്റിക്കരുത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്. ഈ 5 നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ 5 ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് ബാങ്ക് റീകൺസിലേഷൻ ചെയ്താലോ? റെഡിയാണോ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ? ആണെങ്കിൽ കൈവശം കാണിച്ചു എന്താ ഇഷ്ടം നോക്കി ബാങ്ക് റീകൺസിലേഷൻ ചെയ്യാൻ. ഓക്കെ, ബാങ്ക് റീകൺസിലേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ എന്താണ് ബാങ്ക്? അതിന് നീഡ് ആൻഡ് പർപ്പസും ചോദിക്കാറുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുക? അതിന്റെ കോസസ്, അതിന്റെ തിയറി, ഇത്രയും പഠിക്കണം മക്കൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുക സാറേ? അക്കൗണ്ട് ഉള്ള ആളല്ലേ? ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളെ നമുക്ക് ഡെപ്പോസിറ്റർ എന്ന് പറയാലോ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളാണ് അല്ലെ? അപ്പോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആരാണ്? അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയാം, ഡെപ്പോസിറ്റർ എന്ന് പറയാം, കസ്റ്റമർ എന്നും പറയാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും വരാറുണ്ട്. ഇനി നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ സോറി, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നീഡ് എന്തിനാ? എപ്പോഴാ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക? നമുക്ക് മിസ്മാച്ച് വരുമ്പോൾ അല്ലെ, പാസ്ബുക്കും നമ്മുടെ ക്യാഷ് ബുക്കും ബാങ്കിലെ പാസ്ബുക്കും തമ്മിൽ മിസ്മാച്ച് വരുമ്പോൾ അല്ലെ, ആ മിസ്മാച്ച് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ? ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഡിഫറൻസ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഡിഫറൻസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, അതുപോലെ റീകൺസിൽ ചെയ്യാനായിട്ട് അല്ലെ, കറക്റ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതണം കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ഒരുവട്ടം എക്സാമിന്. വാട്ട് ആർ ദ നീഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കണേ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നീഡ് എഴുതി വെക്കുക ഇവിടെ. നീഡ് ഫോർ BRS നീഡ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നീഡ് പഠിച്ചു വെക്കുക. 3 മതി കേട്ടോ, 3 മതി, 3 പോയിന്റ്. ഇനി ഈ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും എന്ത് വരാനുള്ള കാരണം? ഡിഫറൻസ് വരാനുള്ള കാരണം. ക്യാഷ് ബുക്കിൽ എന്തുകൊണ്ട് കൂടി നിൽക്കുന്നു, പാസ്ബുക്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു നിൽക്കുന്നു? അങ്ങനെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഡിഫറൻസ് വരാനുള്ള കാരണം ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉത്തരമുണ്ട്. എന്താണ് ഉത്തരം? ആ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ചെക്ക് ഇഷ്യൂഡ് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ്, ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ബാങ്ക്, ഡിസോണർ ഓഫ് ബില്ല്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ഓക്കെ അല്ലേ മക്കൾ? ഏതെങ്കിലും 4 5 പഠിച്ചു തിയറി എപ്പോഴും വരാറുണ്ട് കേട്ടോ. ഓക്കെ ആണ് എനിക്ക് കാണിച്ചത്. ഇത് നിങ്ങൾ എഴുതി നിങ്ങൾക്ക് മടുത്തുണ്ടാവില്ലേ ഈ ക്വസ്റ്റ്യൻ ആൻസർ? കുറെ തവണ എക്സാമിന് എഴുതിയിട്ടുണ്ട് അല്ലെ? മോഡലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ കോസസ് ഓഫ് ഡിഫറൻസ് ഇൻ അല്ലെങ്കിൽ ഡിസ്എഗ്രിമെന്റ് എന്ന് ചോദിക്കും കേട്ടോ. ഡിസ്എഗ്രിമെന്റ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസിലും പാസ്ബുക്ക് ബാലൻസിലും ഡിസ്എഗ്രിമെന്റ് വരാനുള്ള കാരണം ചോദിച്ചാലും ഈ സെയിം തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ പ്രാർത്ഥന? ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാണ്. അതായത് സാർ ഇന്ന് പ്ലെയിൻ ആക്കൂ. നോർമലി ക്യാഷ് ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ക്യാഷ് ബുക്കിൽ നോർമലി എന്ത് ബാലൻസ് ചെയ്യാം? അതുപോലെ പാസ്ബുക്കിൽ നോർമലി എന്ത് ബാലൻസാ? 1 വേർഡ് ചോദിക്കാറുണ്ട്. ക്യാഷ് ബുക്കിൽ നോർമലി എന്ത് ബാലൻസ്? ഒരാളെ വിളിച്ചു സാറേ. ആരാണ് റീസെന്റ് ചെയ്തേക്കണേ?
പറഞ്ഞോളൂ. അക്സ, ക്യാഷ് ബുക്കിൽ നോർമലി എന്ത് ബാലൻസ് ആടാ? ഡെബിറ്റ് ബാലൻസ്. പാസ്ബുക്കിലോ? ക്രെഡിറ്റ്. ഇത് ഓർത്ത് വയ്ക്കുക, 1 വേണ്ടി ചോദിക്കാറുണ്ട്. നേരെ ഓപ്പോസിറ്റ് ബാലൻസ് വന്നാൽ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റോ പാസ്ബുക്കിൽ ഡെബിറ്റോ വന്നാൽ നമ്മൾ അതിന് എന്താ പറയാ? ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് അല്ലെ? ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് പറയാം. അപ്പൊ ഇത് ഫേവറബിൾ ബാലൻസ് ആണ് കേട്ടോ. അത് ഫേവറബിൾ എന്നൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം കേട്ടോ, അത് ഓർക്കണേ. അൺഫേവറബിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ്. മക്കളെ ക്ലിയർ ആണെങ്കിൽ വിശക്കാണ് ഇത് ഓർത്ത് വെക്കണേ. ഇതിൽ നിന്ന് ഒരു 1 വേർഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കുക. ക്യാഷ് ബുക്കിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസും പാസ്ബുക്കിൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസും ആണ്. നേരെ ഓപ്പോസിറ്റ് ബാലൻസ് വന്നാൽ അത് നെഗറ്റീവ് എന്നാണ് അർത്ഥം. അതിനെ അൺഫേവറബിൾ ബാലൻസ് എന്നോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയാം കേട്ടോ. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് എന്ന് എഴുതണം കേട്ടോ. കിട്ടിയ ശ്രേയ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നവനീത് ഓക്കെ അല്ലേടാ? മരിയ സെറ്റാണ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലം ചെയ്യാം. സാറി ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒന്ന് വേഗത്തിൽ ഒന്ന് കോപ്പി ചെയ്തേ. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വൈശാഖ് prepare bank reconciliation statement as on 31st December 2024 December 31st ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് തന്നേക്കണം. ഇവിടെ തന്നെ ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിക്കാം. പ്ലസ് ഇടുക. ഈ ഫോർമാറ്റിന് കുറച്ച് എളുപ്പട്ടോ, ഈ ഫോർമാറ്റിൽ ചെയ്താലും മതി. നമ്മുടെ ബാലൻസ് ചെയ്ത ബാലൻസ് ആസ് പെർ ഒരാളെ വിളിച്ചേ മരിയ. നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയും കേട്ടോ. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമ്മൾ എവിടെ എഴുതാടാ? ആദ്യത്തെ ബാലൻസ് എവിടെ എഴുതാ? പ്ലസിൽ എത്ര എമൗണ്ട്? ഇതിപ്പോ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? മൈനസിൽ. വെരി ഗുഡ് മക്കളെ. ഓവർ ഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നോ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഈ ബാലൻസ് എവിടെ എഴുതണം? മൈനസിലാണ് എഴുതേണ്ടത് കേട്ടോ. ഈ ക്യാഷ് ബുക്ക് ബാലൻസ് എന്നോ പാസ്ബുക്ക് ബാലൻസോ ആണ് ക്വസ്റ്റ്യനിൽ പറയണമെങ്കിൽ അത് പ്ലസിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ ആണ് കൈസി കാണിച്ച എല്ലാവരും? സെറ്റ് അല്ലേ? ഇനി അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ₹3,000, 5,000 and 4,000. ഔട്ട് ഓഫ് ദീസ് ചെക്സ് ₹5,000 were not presented. മകളെ 3 ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തു, അതിൽ 5,000 മാത്രം വേറെ നോട്ട് പ്രസന്റ് ഇടാം. അപ്പൊ പ്രസന്റ് ചെയ്യാത്തത് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അപ്പൊ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് എത്രയാ? 5,000 വെച്ച് മാത്രം പ്രോബ്ലം ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഈ മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ 3 ചെക്ക് ഒക്കെ തന്നിട്ട്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിമ്പിൾ ആണത് കേട്ടോ. അപ്പോൾ 3 ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇഷ്യൂ ചെയ്ത് ചെക്ക് നമ്മൾ പുറത്തേക്ക് കൊടുത്തേ അല്ലെ? ചെക്ക് നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അതില് ബാക്കി 2 കൃത്യമായിട്ട് അയാൾ കളക്ട് ചെയ്തിട്ടുണ്ട്, 5,000 മാത്രം നോട്ട് പ്രസന്റഡ് ആണ്. അപ്പൊ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും കുറച്ച് വെക്കും അല്ലേ? അപ്പൊ ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും കൂട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ ചെക്ക് ഇഷ്യൂഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടണം. ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ട മക്കൾ എപ്പോഴും ക്യാഷ് ബുക്കിൽ കൂട്ടാ ചെയ്യേണ്ടത്, ഓർത്ത് വെക്കുക കേട്ടോ. 5,000 രൂപ. പക്ഷെ ചെക്ക് പെയ്ഡ് ആണെങ്കിലോ കുറയ്ക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ആരെടുക്കണതാ? ബാങ്ക് ചാർജ് ആരെടുക്കുക? തേജസേ, സെക്കൻഡ് റോയിൽ സെക്കൻഡ്. തേജസേ, ബാങ്ക് ചാർജസ് ആരാ സാധാരണ എടുക്കാടെ? ബാങ്ക് ചാർജസ് എവിടെ കുറയാ? പാസ്ബുക്കിൽ ബാങ്ക് എടുക്കും, അപ്പൊ പാസ്ബുക്കിൽ കുറയും. അപ്പൊ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ബാങ്ക് ചാർജസ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബാങ്ക് ചാർജസ് എപ്പോഴും നമ്മൾ കുറയ്ക്കാറുണ്ട് മക്കളെ. ക്യാഷ് ബുക്ക് പ്രകാരം നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? കുറയ്ക്കാണ് ചെയ്യുക. എത്രയാണ് എമൗണ്ട്? 750 നമ്മൾ മൈനസിൽ വരും. അടുത്ത ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ്. മറ്റേ ചെക്ക് ഇഷ്യൂഡിന്റെ എപ്പോഴും ചെക്ക് ഇഷ്യൂഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ്, അല്ലെങ്കിൽ ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് കളക്ടഡ്. ചെക്ക് ഇഷ്യൂഡ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് പ്രസന്റ് നമ്മൾ ലെസ്സാ ചെയ്യുക. മനസ്സിലായോ? ഇനിയിപ്പോ ഇതാ ലെസ് ചെയ്യണമെങ്കിലോ ഇത് ആഡ് ആയിരിക്കും ചെയ്യുക. മനസ്സിലായോ? തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ് നമ്മൾ എന്താ ചെയ്യാടാ പാർത്ഥിബേ? ഇവിടെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആഡ് ആണോ ലെസ് ആണോ? എന്താടാ? റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടടാ. ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ യൂട്യൂബ് ലൈവ്. ഓക്കെ, ആരെ വിളിക്കാൻ ഇനി അടുത്തത്? ആൻമരിയ പറയടാ. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ് നമ്മൾ എന്താ ചെയ്യാ?
മൈനസ് ചെയ്യണം അല്ലെ, ഇഷ്യൂഡിന് നേരെ ഓപ്പോസിറ്റ് മൈനസ് ചെയ്യാം. അപ്പൊ എത്രയാ 1000 മൈനസ് എഴുതാം. കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുത്തു നടത്തും. അപ്പൊ കിട്ടിയ ചെക്ക്, അപ്പൊ ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് ബുക്കിൽ കൂട്ടി വെച്ചേക്കാണ്. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറയ്ക്കണം. ഇനി ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് ഇൻട്രസ്റ്റ് ഇട്ട് തന്നു, ബാങ്കിൽ ഇട്ട് തന്നു. ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു പറഞ്ഞാൽ ബാങ്കിൽ ഇട്ടു എന്ന് അർത്ഥം കേട്ടോ. എഴുതി വെച്ചോ, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു പറഞ്ഞാൽ ബാങ്കിലേക്ക് പൈസ ഇട്ടു. അപ്പൊ എവിടെ കൂടി? പാസ്ബുക്കിൽ കൂടി. അപ്പൊ പാസ്ബുക്കിൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ കൂട്ടണം. ക്യാഷ് ബുക്കിൽ കൂട്ടണം അല്ലെ? ഹയ ഉറങ്ങാണോ? 500 രൂപ നമ്മളെ കൂട്ടണം. ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ അറിയോ? ഹയ ഒന്ന് ബാലൻസ് ചെയ്ത് പറഞ്ഞേടാ. എവിടെ കൂടുതൽ വരണേ? ഹയ കാൽക്കുലേറ്റർ ഉണ്ടോ? എത്ര വരണേ? 25 5 30 30 500 ആണോ അവിടെ? കാൽക്കുലേറ്റർ ഇല്ലേ? എടാ 30 500 1750 കുറച്ച് ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ മക്കളെ. ആൻസർ കിട്ടിയിരുന്ന് ഒന്ന് മെസ്സേജ് ചെയ്തേ. 30 500 1750 കുറച്ചാൽ എത്ര കിട്ടും ആൻസർ? കിട്ടിയവര് വേഗം കമന്റ് ചെയ്യൂ. 28,750. 28,750. യെസ്, ഇതാണ് നമ്മുടെ ആൻസർ. അത് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ആസ് പെർ പാസ്. ഇതാണ് ആൻസർ കേട്ടോ മക്കളെ. ഒരു കാര്യം പറയാം, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി 3 മാർക്ക് കിട്ടാനുള്ള എളുപ്പവഴി അറിയാലോ? യെസ് അറിയാലോ മക്കളെ. ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ബാങ്ക് റീകൺസിലേഷൻ ഒന്നും അറിയാത്തവർ ബാങ്ക് റീകൺസിലേഷൻ ഒന്നും അറിയില്ല സാർ, എനിക്ക് ആ കൺഫ്യൂഷൻ ആണ് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ? എന്ത് ചെയ്യണം? എല്ലാം ഈ പ്ലസ്സിൽ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് 3 മാർക്ക് എന്തായാലും കിട്ടും. 5 മാർക്കിന് 3 മാർക്ക് കിട്ടും കേട്ടോ. ഇത് എന്തായാലും പ്ലസ്സിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാം കൊണ്ട് പ്ലസ്സിൽ ഇട്ടാൽ ഒരു 3 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് കൈസി കാണിച്ചെല്ലാവരും? സെറ്റാണ്. എന്താണ് അഫ്ന ഡൗട്ട്? ആ ഓവർ ഡ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ അല്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റാ. ഓക്കെ ഓക്കെ മക്കളെ, അടുത്ത സാവിയോ മോനെ ശ്രദ്ധിക്കടാ. അപ്പൊ 3 മാർക്ക് എളുപ്പവഴി കിട്ടിയോ സാവിയോ? 3 മാർക്ക് മോനെ എളുപ്പവഴി ഓർത്തിച്ചോട്ടോ. യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഓവർ ഡ്രാഫ്റ്റ്. ദിയ സിംസൺ, എന്താണ് കൈക്ക് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തൊക്കെ ഇരിക്കണേ? തീരെ വിളിക്കാത്തൊരു സങ്കടമാണ് സാറ്. ഞാൻ കുറെ നേരെ റേസ് ഹാൻഡ് ചെയ്തേക്കണ്, എന്നെ സാറ് വിളിക്കുന്നേ ഇല്ലെന്ന്. ദിയക്ക് A+ അല്ലേ ദിയ ബിസിനസിന്? ക്വസ്റ്റ്യൻ കഴിഞ്ഞ മക്കളെ. ഒന്ന് പൊക്കിയത് സാറേ. ആ ഇവിടുന്ന് മതി, ഒന്നോട്ട് മതി. ഇവിടെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് നമുക്ക് തന്നേക്കണേ കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്നല്ലേ നമുക്ക് തന്നേക്കണേ? അതല്ല, ഇതാണ്. ഓക്കെ മക്കളെ, ജസ്റ്റ് ഒന്ന് വരച്ചോളൂ നിങ്ങൾ എല്ലാവരും. ഓക്കെ വരച്ചോളൂ. പ്ലസ്
മൈനസ്. സ്കൂളിൽ നിങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചേക്കണെങ്കിലും ഈ മെത്തേഡ് മാർക്ക് കിട്ടും കേട്ടോ പബ്ലിക് എക്സാമിന്. ആദ്യം ഓവർ ഡ്രാഫ്റ്റിന്റെ ബാലൻസ് എവിടെ എഴുതാം സാർ ഒരാൾ വിളിച്ചേ? ഓവർ ഡ്രാഫ്റ്റ് ആതിര ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിന്റെ ആണെങ്കിലും ക്യാഷ് ബുക്കിന്റെ ആണെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് എവിടെ എഴുതണ്ടേടാ? മൈനസിൽ. എത്ര എമൗണ്ട്? 6300 അല്ലേ? അടുത്ത ഐറ്റം പറഞ്ഞാതിര. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 160 വേർ എൻറ്റർഡ് ഇൻ പാസ്ബുക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇട്ട് തരുന്നതാണോ അത് ബാങ്ക് എടുക്കുന്നതാണോ? അല്ല, സാധാരണ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അല്ലടാ. ഇൻട്രസ്റ്റ് എപ്പോഴും ബാങ്ക് ഇട്ട് തരല്ലേ ചെയ്യാ. ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ബാങ്ക് ഇട്ട് തരും. ഇത് നെഗറ്റീവായി കിടക്കല്ലേ, ബാങ്കിൽ പൈസ ഇല്ല, നെഗറ്റീവായി കിടക്കുക. അപ്പൊ അതിന് ബാങ്ക് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് പലിശ പിടിക്കും ഇനി പൈസ ഇടുമ്പോൾ. അപ്പോ ഇൻട്രസ്റ്റ് ആരെടുക്കുക ചെയ്യാ? ബാങ്ക് എടുക്കും. അപ്പൊ എൻറ്റേർഡ് ഇൻ പാസ്ബുക്ക്. അപ്പൊ എവിടെ കുറയും പൈസ? പാസ്ബുക്കിൽ കുറയും. അപ്പൊ പാസ്ബുക്കിൽ കുറയുമ്പോൾ നമ്മൾ പാസ്ബുക്ക് വെച്ചല്ലേ പ്രോബ്ലം ചെയ്യണം. അപ്പൊ പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. യെസ്, കിട്ടിയില്ല അഫ്നാന് ഇൻട്രസ്റ്റിന്റെ കേസ്? അഫ്നാനോടെ സാറേ ക്ലിയർ അല്ലേ അഫ്ന? ഓക്കെ, നമുക്ക് ഞാൻ വിളിക്കാം. ശിവനന്ദന, ഞാൻ പറഞ്ഞു ശിവനന്ദന. അടുത്തത് വേഗം വിളിക്കും, പറയും. ഡെബിറ്റ് ഇൻ പാസ്ബുക്ക്. അപ്പൊ എവിടെ കുറഞ്ഞു? ബാങ്ക് ചാർജ് ബാങ്ക് എടുത്തൂല. അപ്പൊ എവിടെ കുറയും? പാസ്ബുക്കിൽ കുറയും. അപ്പൊ എന്ത് ചെയ്യണം? എടാ നമ്മള് പാസ്ബുക്കിൽ ഇപ്പൊ കുറഞ്ഞില്ലേ? ബാങ്ക് ചാർജസ് ബാങ്ക് എടുത്തു, ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. അപ്പൊ ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് എന്ന് പറയുന്ന അർത്ഥം പാസ്ബുക്കിൽ കുറഞ്ഞു അല്ലേ? നമ്മള് പാസ്ബുക്ക് വെച്ചല്ലേ അപ്പൊ കൂട്ടണം. യെസ്, അടുത്ത കൂടി പറഞ്ഞിട്ട് പോയാൽ മതി. അടുത്ത് പറഞ്ഞേ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് കൊടുത്തു, പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ്. ഓക്കെ, എത്രയാ എമൗണ്ട്? 1168 അല്ലേ? അടുത്ത് പറഞ്ഞ ചെക്ക് ഡെപ്പോസിറ്റ്. അപ്പൊ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി? ഒന്ന് ഇഷ്യൂഡ് മൈനസ് ആണെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് എന്തായിരിക്കും? എടാ ചെക്ക് ഇഷ്യൂഡ് മൈനസിലല്ലേ വന്നത് ഇപ്പോ? അപ്പൊ ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് കളക്റ്റഡോ? പ്ലസ്. ഇത് വെറുതെ പ്ലസ് മൈനസ് എന്ന് പറയാണോ? അല്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഇത് അറിയാലോ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കളക്റ്റഡ് ബൈ ബാങ്ക് എന്നതിന്റെ അർത്ഥം? അപ്പൊ എവിടെ വന്നു പൈസ? അപ്പൊ എവിടെ കൂടി? അപ്പൊ എന്ത് ചെയ്യണം പാസ്ബുക്കില്? ഓക്കെ, 1200. മക്കളെ ബാലൻസിങ് ഫിഗർ കിട്ടിയിട്ടുണ്ടോ? എത്ര അക്സൊക്കെയാണ് കിട്ടിയത്? നവനീതേ മോനെ, നവനീതേ വിളിച്ച്. നവനീതിനെ എത്രയാടാ? ടോട്ടൽ 86 ആണോടാ? 86 68 കുറയ്ക്കുമ്പോ എത്ര കിട്ടിയ? 6 3 8 ആണോ? അതെന്ന് പറയണം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ. യെസ്, വെരി ഗുഡ്. ബിസിനസ്സിലെ പ്ലസ് കിട്ടില്ലടാ? മക്കളെ അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോ ആ ഡിഫറൻസ് മൈനസിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സാധാരണ ചെയ്ത പോലെ ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ശ്രദ്ധിക്കണം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് അല്ല, ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ആയിരിക്കും. ബാങ്ക് എടുക്കുക ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മോനെ? അനുരാഗേ ഓക്കെ അല്ലേടാ? ഇതറിയില്ലേ? ബാങ്ക് റീകൺസിലേഷൻ അറിയില്ലേ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, അപ്പൊ മക്കളെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കഴിഞ്ഞു. ഇനി റെക്ടിഫിക്കേഷനിലേക്ക് പോയാലോ? റെക്ടിഫിക്കേഷൻ ട്രയൽ ബാലൻസും അതിനെ നീഡ് ആൻഡ് പർപ്പസ് നമുക്ക് എടുക്കാം. റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ആദ്യം ടൈപ്സ് ഓഫ് എറേഴ്സ് നോക്കാം. ഏതൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് അറിയാലോ? 4 തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഏതൊക്കെ 4 തരത്തിലുള്ള എറേഴ്സ്? എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, അതുപോലെ തന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറർ. എന്താണ് എറർ ഓഫ് കമ്മീഷൻ? ആര് പറയും? ദിയ പറയും. ദിയ, എന്താണ് എറർ ഓഫ് കമ്മീഷൻ? കമ്മീഷൻ എന്ന് പറയുന്നത് അർത്ഥം
ആ മിസ്റ്റേക്ക് തെറ്റായിട്ട് ചെയ്യുക അല്ലെ, റോങ് ടോട്ടൽ ചെയ്യുക, റോങ് കാസ്റ്റ് ചെയ്യുക, റോങ് ബാലൻസ് ചെയ്യുക, അങ്ങനെ തെറ്റായിട്ട് മക്കളെ ഇൻകംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ട് ചെയ്യുന്നതെല്ലാം എന്താണ്, എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ചേ. ആ അപ്പൊ എറർ ഓഫ് ഒമിഷൻ, ഒമിറ്റ് ചെയ്യുക. എന്താ ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാ, ഒമിറ്റ് ചെയ്യുക, ഒമിറ്റ് ചെയ്യുക. ആരെ വിളിക്കാം? ചന്ദന. എന്താണ് ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ചന്ദന? വിട്ട് കളയുക. ആ ഒമിഷനിൽ രണ്ടെണ്ണം ഇല്ലടാ, ഏതൊക്കെയാ? ഈ പാർഷ്യൽ ഒമിഷൻ എന്താണ്, ഡിസഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് എഫക്ട് ചെയ്യും കേട്ടോ മക്കളെ. അപ്പോ ട്രയൽ ബാലൻസിന് എഫക്ട് ചെയ്യുന്ന എറർ ഏതാ, എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. എഴുതി വെക്കുക കേട്ടോ, ട്രയൽ ബാലൻസിന് എഫക്ട് ചെയ്യുന്ന എറർ ഏതാ, എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ്. അപ്പൊ ഒമിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വിട്ടു പോവുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർ നോട്ട് റെക്കോർഡ്, റെക്കോർഡ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? അപ്പൊ സോൾഡ് ഗുഡ്സ് ടു മോഹൻ വേർ നോട്ട് റെക്കോർഡ്, മോഹന് നമ്മൾ സാധനങ്ങൾ വിറ്റ് ചെയ്ത് എന്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്, എറർ ഓഫ് ഒമിഷൻ ആണ് കേട്ടോ. ശ്രേയ തലമാതിന്റെ കാര്യമില്ല. ഓക്കെ, അപ്പൊ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ട് കളയാതാണ് അർത്ഥം. അപ്പൊ ഏതെങ്കിലും ട്രാൻസാക്ഷൻ എഴുതാൻ വിട്ടുപോയാൽ അത് എറർ ഓഫ് ഒമിഷൻ ആണ്. ഇനി കുറച്ച് മാത്രം എഴുതാം. ഇപ്പോ സോൾഡ് ഗുഡ്സ് ടു മോഹൻ ഡെബിറ്റഡ് ടു എന്താണ്, മോഹൻ അക്കൗണ്ട്, മോഹനിൽ മാത്രം കാണിച്ചു, അത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ, അതും ഒമിഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എറർ ഓഫ് പ്രിൻസിപ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ആര് പറയും? എറർ ഓഫ് പ്രിൻസിപ്പിളിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾ ഏതാ, ആരെ വിളിക്കാം? അദ്വൈതേ, ഒരു എക്സാമ്പിൾ പറഞ്ഞടാ. എറർ ഓഫ് പ്രിൻസിപ്പിളിന് ഒരു എക്സാമ്പിൾ പറയും മോനെ, അറിയോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, അൺമ്യൂട്ട് വന്നിട്ടില്ല. ആവണില്ലേ? അഭിമന്യു പറയടാ എന്നാ, അഭിമന്യു. എന്താടാ കേട്ടില്ല? wages paid to personal account debited to personal account, wages account ആണോ? അവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഞാൻ തരട്ടെ പ്രിൻസിപ്പിളിന്. ബോട്ട് ഫർണിച്ചർ ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ബോട്ട് ഫർണിച്ചർ, ഫർണിച്ചർ വാങ്ങിയത് ഫർണിച്ചർ അക്കൗണ്ട് എട്ടർന്നല്ലേ കാണിക്കുക, അതിന് പകരം പർച്ചേസിൽ കാണിച്ചു. ബോട്ട് ഫർണിച്ചർ ₹1000 ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് കേട്ടോ. ഇതേക്ക് ഇവിടെ ഗുഡ്സ് വാങ്ങുമ്പോഴല്ലേ പർച്ചേസിൽ കാണിക്കുക അഭിമന്യു അല്ലേ? അപ്പൊ നമ്മള് ഫർണിച്ചർ വാങ്ങിയത്, അസറ്റ് വാങ്ങി നമ്മൾ അസറ്റിലല്ലേ ഡെബിറ്റ് ചെയ്യുക, അല്ലേ മോനെ അഭിമന്യു? പേഴ്സണൽ അക്കൗണ്ടിൽ എഴുതി, അത് എറർ ഓഫ് കമ്മീഷൻ ആയിക്കൂടെ, തെറ്റായിട്ട് പോസ്റ്റ് ചെയ്തതല്ലേ? പ്രിൻസിപ്പിൾ എഴുതാം, പക്ഷെ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുമ്പോൾ എക്സാമ്പിൾ എഴുതുമ്പോൾ എക്സാമ്പിൾ എഴുതാൻ ഇത് എഴുതിയാൽ മതി കേട്ടോ അഭിമന്യു. ഓക്കേടാ മക്കളെ, ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ നമ്മൾ ഫർണിച്ചറോ മെഷീനറി ഒക്കെ വാങ്ങുമ്പോൾ എപ്പോഴും അതിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. തെറ്റായിട്ട് പർച്ചേസിൽ കാണിച്ചാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. യെസ്, അത് ചോദിക്കാറുണ്ട് എക്സാമ്പിൾ കേട്ടോ. യെസ്, ഇനി നമുക്ക് കുറച്ച് റെക്ടിഫിക്കേഷൻ ചെയ്യാം. യെസ്, ഇത് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് തരാം, നോക്കുക. ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, എറർ ഐഡന്റിഫൈ ചെയ്യാനും പറയും, അതുപോലെ തന്നെ റെക്ടിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. രണ്ടിലും വരാറുണ്ട്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞില്ലേ? ഫസ്റ്റ് നോക്കി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം. റാമിന്റെ കയ്യിൽ നമ്മൾ 5000 റുപ്പീസിന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. വേർ നോട്ട് റെക്കോർഡ്, റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി. എന്താ എൻട്രി വരിക? പർച്ചേസ് ഗുഡ്സ് ഫ്രം റാമിന്റെ എൻട്രി എന്താ? ഒരാളെ വെച്ച് സാറേ, ഡെന്നിസേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം, അതിന് ചാനൽ എൻട്രി എന്താടാ? പർച്ചേസ് ഗുഡ്സ് ഫ്രം റാമിന്റെ എൻട്രി എന്താടാ? അൺമ്യൂട്ട് ചെയ്യടാ. പറഞ്ഞോ. വെരി ഗുഡ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റാം, എത്ര എമൗണ്ട്? 5000. വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ ക്ലിയർ അല്ലേ? നോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളെ എൻട്രി ചെയ്ത് റെക്കോർഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച് എല്ലാവരും? ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച്. അനുരാഗെ ഓക്കെ അല്ലടാ? യെസ്. അടുത്തത് നോക്കി,
സോൾഡ് ഗുഡ്സ് ടു മോഹൻ റുപ്പീസ് 3000. മോഹന് നമ്മൾ 3000 റുപ്പീസിന് ഗുഡ്സ് നമ്മൾ സോൾഡ് ചെയ്തു. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തതോ 2500 രൂപ കുറവാ റെക്കോർഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് നമ്മൾ എൻട്രി ശരിക്കുള്ള എൻട്രി എഴുതിയിട്ട് ആ കുറവുള്ള എമൗണ്ട് ചെയ്താൽ അറിയാലോ. കുറവ് റെക്കോർഡ് ചെയ്താൽ ശരിക്കുള്ള എൻട്രി എഴുതിയാൽ മതി. അപ്പൊ സോൾഡ് ഗുഡ്സ് ടു മോഹൻ എൻട്രി എന്താ? ഒരാൾ വിളിച്ച് സോൾഡ് ഗുഡ്സ് ടു മോഹൻ എൻട്രി എന്താ? പ്രാർത്ഥന പറയും. സോൾഡ് ഗുഡ്സ് ടു മോഹൻ ജനറൽ എൻട്രി എന്താടാ? പറഞ്ഞോ അൺമ്യൂട്ടി. സോൾഡ് ഗുഡ്സ് ടു മോഹൻ, മോഹന്റെ സാധനങ്ങൾ വിറ്റു. മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് പറഞ്ഞ എത്ര എമൗണ്ട് ചെയ്തടാ? കുറവുള്ള എമൗണ്ട് എത്രയാ? 3000 ആണ് ശരിക്കും നമ്മൾ 2500 റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയാ കുറവ്? 500. യെസ്, വെരി ഗുഡ് മക്കളെ. കുറവാണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കുള്ള എൻട്രി ചെയ്തിട്ട് ആ കുറവുള്ള എമൗണ്ട് ചെയ്താൽ. ഇനി കൂടുതൽ റെക്കോർഡ് ചെയ്താലോ? അടുത്ത നോക്കി. സോൾഡ് ഗുഡ്സ് ടു മോഹൻ 5000, റെക്കോർഡ് റുപ്പീസ് 6000, ഒരു 1000 രൂപ കൂടുതലാ. അങ്ങനെ വരുമ്പോ ശരിക്കുള്ള എൻട്രി തലതിരിച്ചിടുക. അപ്പൊ മോഹൻ അക്കൗണ്ട് ടു സെയിൽസ് എന്ന് പറയുന്നത് എന്താവും? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ ആവും. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ എന്ന് പറഞ്ഞിട്ട് ആ കൂടുതലുള്ള എമൗണ്ട് എത്രയാ? 1000 രൂപ. 1000 രൂപ രണ്ട് സൈഡിൽ എഴുതാം. മക്കളെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച്. ആദ്യത്തെ 3 എണ്ണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഉണ്ടോ മാധവി? ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റിഹാനെ ഓക്കെ അല്ലേ? സെറ്റാണ്. ആതിര, സാവിയോ, തേജസേ, മരിയ, അക്സ ഓക്കെ അല്ലേ? അടുത്തത് നമ്മളിപ്പോ പറഞ്ഞ സാധനം ബോട്ട് മെഷീനറി. മക്കളെ ഈ ഡെബിറ്റഡ് ടു എന്ന് പറയുമ്പോൾ ഒരു എളുപ്പവഴി പറഞ്ഞത്. ഡെബിറ്റഡ് ടു എന്ന് പറഞ്ഞ തെറ്റാണെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഡെബിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ഡെബിറ്റ് ചെയ്തേക്കുന്നത്? തെറ്റായി ഡെബിറ്റ് ചെയ്തേക്കുന്നത്. അതിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ എളുപ്പവഴിയല്ലേ? അപ്പൊ ഡെബിറ്റഡ് ടു പർച്ചേസിന് ഡെബിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഫ്ന മെഷീനറി വാങ്ങുമ്പോൾ എന്താ വരിക എൻട്രി? മെഷീനറി വാങ്ങുമ്പോൾ എന്താ എൻട്രി വരിക? അഫ്നെ വിളിച്ച ഫസ്റ്റ് ആണ്. ബോട്ട് മെഷീനറി ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. എന്താണ് റെക്ടിഫൈങ് എൻട്രി വരിക? പർച്ചേസ്. എളുപ്പവഴി കിട്ടിയാ? ഡെബിറ്റഡ് ടു എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ്. മക്കളെ ഓവർകാസ്റ്റ് അണ്ടർകാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ഓവർ ആയിട്ട് കാണിക്കുമ്പോൾ തലതിരിച്ചിടുക, അണ്ടർ ആണെങ്കിൽ ശരിക്കുള്ള ബാലൻസ് ചെയ്താ. പർച്ചേസ് എപ്പോഴും എന്ത് ബാലൻസാ? പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? കാണിച്ച്. ഡെബിറ്റ് ഇങ്ങനെ കാണിക്കുക, ക്രെഡിറ്റ് ഇങ്ങനെ കാണിക്കുക. പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് അല്ലേ? അപ്പൊ പർച്ചേസിൽ ഓവർ ആയിട്ട് കാണിച്ചു. അപ്പൊ ഓവർ ആയിട്ട് കാണിച്ച് കൂടുതൽ കാണിച്ച് തലതിരിച്ചിട്ടുണ്ടേ. അപ്പൊ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ വരിക? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഇതിന് എൻട്രി എന്താ മക്കളെ? ഓവർകാസ്റ്റ് എന്നും അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടാവും? സസ്പെൻസ് ഉണ്ടാവും. അറിയാലോ? അവിടെ എന്തുണ്ടാവും? സസ്പെൻസ് ഉണ്ടാവും. അപ്പൊ പർച്ചേസിൽ ഓവർ ആയിട്ട് കാണിച്ചു. അപ്പൊ പർച്ചേസിൽ കൂടുതൽ കാണിച്ചാൽ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താ എൻട്രി വരിക? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഇതിന്റെ ആൻസർ എന്താ? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. സസ്പെൻസ് അക്കൗണ്ട് ടു പർച്ചേസ്. ഇനി സെയിൽസ് ബുക്കിൽ കുറവാ കാണിച്ചത്. അണ്ടർകാസ്റ്റ്. സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് അല്ലേ? ടു സെയിൽസ് എന്നല്ലേ എഴുതാ. അപ്പൊ അണ്ടർ ആണെങ്കിൽ ആ സെയിം ബാലൻസ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ എന്താ വരിക? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. അറിയാം ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ പറഞ്ഞുതരാം. ഓക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ പറഞ്ഞുതരാം. ആർക്കും ഇല്ല? ഓക്കെയാണ്. പറഞ്ഞല്ലോ എല്ലാവർക്കും ഓക്കെയാണ്. ഇനി മക്കളെ തെറ്റാൻ ചാൻസ് ഉള്ള 2 എണ്ണമാണ്. ഇൻസ്റ്റാളേഷൻ ചാർജസ് ഓഫ് മെഷീനറി. മെഷീനറിക്ക് വേറെ ബിൽഡിംഗ് എന്ത് വേണമെങ്കിലും ആവാം. മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്കൊരു 400 രൂപ വന്നു. അത് ഡെബിറ്റഡ് ടു കണ്ടോ? ഡെബിറ്റഡ് ടു ഇൻസ്റ്റാളേഷൻ ചാർജസ്. അത് ഇൻസ്റ്റാളേഷൻ ചാർജസ് ഡെബിറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? ഡെബിറ്റഡ് എന്ന് പറയുന്നത് എന്ത്? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇത് എന്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം? മെഷീനറിനെ. അപ്പൊ എന്താ റെക്ടിഫൈങ് എൻട്രി വരെ? ഒരാൾ വെച്ച് സാറേ ബാഹുൽ ദേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെക്ടിഫൈങ് എൻട്രി ട്രൈ ചെയ്ത് നോക്കിയേ. ബാഹുലേ ക്വസ്റ്റ്യൻ കിട്ടിയ ഇൻസ്റ്റലേഷൻ ചാർജസ് ഓഫ് മെഷീനറി പെയ്ഡ് ₹400 ഡെബിറ്റഡ് ടു ഇൻസ്റ്റലേഷൻ ചാർജസ്. പറഞ്ഞോ? ഡെബിറ്റഡ് ടു ഇൻസ്റ്റലേഷൻ ചാർജസ് അല്ലേ? അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഇൻസ്റ്റലേഷൻ ചാർജസിന് എന്ത് ചെയ്യണം? അറിയില്ല. മാധവ് എന്ന് ട്രൈ ചെയ്തിട. മാധവേ ട്രൈ ചെയ്ത് നോക്കിയ മോനെ. കേട്ടില്ല. പറഞ്ഞോ.
ആ ആ വെരി ഗുഡ്, കറക്റ്റഡാ. മെഷീനറി അക്കൗണ്ട് ടു ഇൻസ്റ്റലേഷൻ ചാർജസ്. മെഷീനറി ഡെബിറ്റ് ചെയ്തിട്ട് വെറുതെ ഇൻസ്റ്റലേഷൻ ഡെബിറ്റ് ചെയ്തില്ല, അപ്പൊ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. 2 എന്ന് പറയുന്നത് കേട്ടോ. വെരി ഗുഡ്, മിടുക്കൻ. അപ്പൊ അടുത്തുകൂടി പറഞ്ഞു, അടുത്തുകൂടി പറഞ്ഞു പോകാതെ. റിപ്പയറിംഗ് ചാർജസ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്. റിപ്പയർ വരുമ്പോൾ നമ്മൾ മെഷീനറിയിലല്ല ഡെബിറ്റ് ചെയ്യണ്ടേ. അപ്പൊ എന്താ എൻട്രി വരും മാധവേ? ആ പറഞ്ഞു, മെഷീനറിയിൽ ഡെബിറ്റ് ചെയ്തു, റിപ്പയറിംഗ് വന്നപ്പോ. വെരി ഗുഡ്, മിടുക്കൻ, കറക്റ്റ്. മക്കളെ കണ്ടോ, ഡെബിറ്റഡ് മെഷീനറി അല്ലേ, അപ്പൊ മെഷീനറിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് റിപ്പയറിംഗിന് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ റിപ്പയറിംഗ് ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറി. അപ്പൊ ഈ ഡെബിറ്റഡ് ടു എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം? നിങ്ങൾ ക്രെഡിറ്റ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ശ്രീദേവി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, യെസ്. മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ, ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ. യെസ്, ഇതൊക്കെ നമ്മൾ മുൻപേ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് തിയറീസ് കൂടി വേഗം പറയട്ടെ, അത് ബാക്കി നമുക്ക് നാളെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് സാറേ അതുകൂടി കാണിച്ചാലോ. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ, പാസേജ് ഓഫ് ടൈം ഒക്കെയാണ് അല്ലെ. ഒരു അസറ്റ് നമ്മൾ ഉപയോഗിക്കും തോറും അതിന്റെ വാല്യൂ, മൂല്യം കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിപ്രീസിയേഷൻ എന്ന് പറയുക കേട്ടോ. അതൊരു അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിപ്രീസിയേഷൻ എന്ന് പറയുക. നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ. നമ്മൾ എന്തിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ? പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് കണ്ടെത്താൻ നമ്മൾ ഡിപ്രീസിയേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നു. അതുപോലെ ശരിയായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഉൽപാദന ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കണ്ടെത്താൻ നമ്മളെ ഡിപ്രീസിയേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ടാക്സുകളൊക്കെ, ഇൻകം ടാക്സുകൾ, അതായത് മറ്റേ വരുമാന നികുതികളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അധികം അടയ്ക്കാനായിട്ട് ചിലപ്പോൾ വരും. ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വരും. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. നിയമപരമായിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കാണുക എന്നുള്ളത് ഒരു കമ്പനിയുടെ ആവശ്യമാണ്. അപ്പൊ അത് നമുക്കൊരു പോയിന്റ് ഉണ്ട്. ഒരു 3 പോയിന്റ് എന്തായാലും പഠിക്കാം കേട്ടോ. അപ്പൊ നീഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ എന്തായാലും പഠിക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അതുപോലെ കോസസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഒബ്സലസൻസ്, ഡിപ്ലഷൻ, അമോർട്ടൈസ്. അതിന് 1 മാർക്കിന്റെ വരാറുണ്ട്. ഒബ്സലസൻസ് പറഞ്ഞാൽ എന്താ? ആര് പറയും? ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സലസൻസ് ആരെ വിളിക്കാം? ഷെഫിൻ എന്ന് പറയടാ. ഷെഫി, ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ഡിപ്രീസിയേഷൻ ആണ്? ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. അപ്പോ അമോർട്ടൈസേഷനോ? ഇൻടാഞ്ചിബിൾ അസറ്റിനാണ് അമോർട്ടൈസേഷൻ വരിക. ഇനി മറ്റേ ഇതോടാ എന്താ? ഡിപ്ലഷൻ. ഏതാ ഡിപ്ലഷൻ? അതായത് വേസ്റ്റിംഗ് അസറ്റ് കേട്ടോ. നാച്ചുറൽ റിസോഴ്സിലെ വേസ്റ്റിംഗ് അസറ്റ് വേസ്റ്റിംഗ് അസറ്റ്. അപ്പൊ ഡിപ്ലഷൻ, അമോർട്ടൈസേഷൻ, ഒബ്സലസൻസ് പഠിച്ചു വെക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അടുത്തത് നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ എത്ര മെത്തേഡ് ഉണ്ട്? മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഏതൊക്കെയാ? കാണിച്ച സ്ക്രീനിൽ എല്ലാവരും. 1 ആണോ 2 ആണോ? ഡിപ്രീസിയേഷൻ കാണാൻ എത്ര മെത്തേഡ് ഉണ്ട്? സാവിയോ എത്ര ഉണ്ട്? സ്ക്രീനിൽ കാണിച്ച്. ഡിപ്രീസിയേഷൻ കാണാൻ 2 മെത്തേഡ്. ഏതൊക്കെയാ? സ്ട്രെയിറ്റ് ലൈനും ഡിമിനിഷിംഗ് വാല്യൂ, റിട്ടേൺ ഡൗണും. അത് നമ്മുടെ ഡിഫറൻസ് പഠിക്കുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈ സെയിം ആണ്. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. കുറഞ്ഞു വരികയാണെങ്കിൽ അത് റിട്ടേൺ ഡൗൺ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒറിജിനൽ കോസ്റ്റ്, വാങ്ങിയ അസറ്റിന്റെ വാല്യൂലാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. കുറഞ്ഞ വാല്യൂലാണെങ്കിൽ അത് റിട്ടേൺ ഡൗൺ ആണ്. ഇനി ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂല്യം കുറഞ്ഞ അസറ്റുകൾക്കാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. മൂല്യമുള്ള അസറ്റ് ആണെങ്കിൽ അത് റിട്ടേൺ ഡൗൺ ആണ് കേട്ടോ. ഇനി ഇൻകം ടാക്സ് അതോറിറ്റി ഇല്ലേ, അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ മെത്തേഡ് റെക്കമെൻഡ് ചെയ്യില്ല. ഈ മെത്തേഡ് അവർ ചൂസ് ചെയ്യില്ല. പക്ഷേ ഇൻകം ടാക്സ് അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? റിട്ടേൺ ഡൗൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് റിട്ടേൺ ഡൗൺ ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ് കഴിച്ച് കാണിച്ച്. ഇനി വേണമെങ്കിൽ പറയാം ഇത് കുറഞ്ഞ് എന്താവും? 0 ആവും. ഇതൊരിക്കലും എന്താവില്ല? 0 ആവില്ല. അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നമ്മുടെ ഡിഫറൻസ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്തൊരു ടോപ്പിക്കാണ് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫോർസീൻ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ, അതായത് നമുക്ക് അറിയാത്ത എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിൽ അത് നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ് റിസർവ്. ഇതാണെങ്കിലോ എക്സ്പെക്റ്റഡ് കണ്ടിജൻസി, നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി മാറ്റിവെക്കുന്ന പൈസയാണ് പ്രൊവിഷൻ.
ഇത് പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റിവെക്കുക. ഇതെന്താ? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ആണെങ്കിലും പ്രൊവിഷൻ ഇസ് മാൻഡേറ്ററി. പ്രൊവിഷൻ എന്തായാലും മാറ്റിവെക്കണം. ഓക്കെ അല്ലേ? ഇത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇത് മാറ്റിവെക്കുന്നതാണ്. ഇത് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റാ. പ്രോഫിറ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ മാറ്റിവെക്കണം. ഇനി ഇതെന്താ? റിസർവ് നമ്മൾ എന്ത് ചെയ്യും? അവസാനം ആവശ്യം വന്നില്ലെങ്കിൽ അത് വിതരണം ചെയ്യും. ഇതാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രൊവിഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഓക്കെ. ഇനി റിസർവ് മാറ്റി വെച്ചാൽ അത് ഓണറുടെ ഫണ്ട് കൂടാ. ഓണറിനെ തിരിച്ച് കിട്ടൂല്ലേ? ആവശ്യം വന്നില്ലെങ്കിൽ ഓണറിന് തിരിച്ചു കൊടുക്കും. ഇതാണെങ്കിൽ ഓണറുടെ ഫണ്ട് കുറയും. കാരണം ഓണറുടെ പ്രോഫിറ്റിൽ നിന്നാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ മാറ്റി വെക്കണല്ലോ. അപ്പോൾ ഓണേഴ്സിന് കൊടുക്കാനുള്ള പൈസ കുറയും. അതാണ് ഓണേഴ്സിന്റെ ഫണ്ട് ഡിക്രീസ് ചെയ്യുക. 3 പോയിന്റ് പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ റിസർവും പ്രൊവിഷനും ഡിഫറൻസ് ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഈ റിസർവ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, റവന്യൂ റിസർവ്. ഇതൊക്കെ അറിയാലോ. ക്യാപിറ്റൽ പ്രോഫിറ്റ് നിന്ന് മാറ്റി വയ്ക്കുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. റവന്യൂ പ്രോഫിറ്റ് ആണ് റവന്യൂ റിസർവ്. ഇനി ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഏതാ? അറിയാതെ ഹാൻഡ് റൈസ് ചെയ്തേ. ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാത്ത റിസർവ് ഏതാണ്? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതാണ്? രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഹാൻഡ് റൈസ് ചെയ്തേ. അറിയാവുന്നവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തേ. ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത റിസർവ് ഏതാണ്? ഏതാണ് അഫ്ന? അക്സ, അത് തന്നെയാണ് അക്സ. സീക്രട്ട് റിസർവ് ആണോ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് സീക്രട്ട് റിസർവ്. ഇത് വെച്ചോ. സീക്രട്ട് റിസർവ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല കേട്ടോ. സീക്രട്ട് റിസർവ് ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും കാണിക്കില്ല. അടുത്ത മക്കളെ, ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അറിയാലോ. ട്രയൽ ബാലൻസിന് നീഡ് ആൻഡ് പർപ്പസ് എഴുതണേ. നീഡ് ആൻഡ് പർപ്പസ് അറിയൊന്ന് പ്ലെയിൻ ആക്കി തരും. നീഡ്, ട്രയൽ ബാലൻസിന്റെ നീഡ് ആൻഡ് പർപ്പസ് ഉറപ്പായിട്ടും വരാറുണ്ട് എക്സാമിന്. എന്തൊക്കെയാ? ഒരു 3 എണ്ണം ഉണ്ട് അല്ലേ? ആരെ വിളിക്കാം? അക്സ പറയൂ. ട്രയൽ ബാലൻസ് എന്തിനാ പ്രിപ്പയർ ചെയ്യണം? ഉറപ്പായിട്ടും ചോദിക്കും. പറഞ്ഞോ. ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി അല്ലേ? അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 1 മാർക്കിന് ചോദിക്കും. ഏതാണ്? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി. പിന്നെയോടാ? ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റിംഗ് എറേഴ്സ്. തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ, എററുകൾ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെയോ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഫൈനൽ അക്കൗണ്ട്. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഇത് സഹായിക്കും. മക്കളെ, നമുക്ക് ആകെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഏതൊക്കെ 2 സ്റ്റേറ്റ്മെന്റുകൾ? ഒന്ന് ട്രയൽ ബാലൻസും പിന്നെ ബാലൻസ് ഷീറ്റും ആണ് കേട്ടോ. ട്രയൽ ബാലൻസ് എന്തിനാ പ്രിപ്പയർ ചെയ്യണേ? അറിയാലോ, ഇപ്പൊ പഠിച്ചല്ലോ. എന്തിനാ? അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണേ. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാനാണ്. 1 മാർക്കിന് ചോദിക്കുകയെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണുന്നത് കേട്ടോ ഫരിജാനെ. ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ് കേട്ടോ. ഏതാണ്? ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ ബാലൻസ് ഷീറ്റ്. അതുപോലെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാൻ ഏതാണ്? ട്രയൽ ബാലൻസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഗൈസ് കാണിച്ചേ. സെറ്റ് ആണ് ഗൈസ് കാണിച്ചേ. യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ട്രയൽ ബാലൻസിന്റെ പ്രോബ്ലം നാളെ ഡിസ്കസ് ചെയ്യാം അല്ലെ? എനിക്ക് തോന്നുന്നത് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഒക്കെ എഴുതി ആകെ ക്ഷീണിച്ചിരിക്കണം എന്ന് എനിക്ക് അറിയാം. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങള്. ഓക്കെ. അപ്പോ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. ബാക്കി പോവാം. നാളെ ഉണ്ട് കേട്ടോ ക്ലാസ് 6:30. ഓക്കെ. സമയം